ഹൈ ഓൾ ഐ പ്ലസിന്റെ ഫിറ്റർ എക്സാംസ് MCQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ സെഷനാണ്. അഞ്ചാമത്തെയും ആറാമത്തെയും മൊഡ്യൂളുകളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQകളാണ് സൂര്യ സാർ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അധിക ദിവസങ്ങൾ നമ്മുടെ മുന്നിലില്ല. ഈ മാസം പരീക്ഷയുണ്ട്. എല്ലാവരുടെയും പഠനം നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് കരുതുകയാണ്. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പഠനം പഠിക്കാനായിട്ട് ശ്രമിക്കുക. സൂര്യ സാറിനെ സെഷൻ ലീഡ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു നിതിൻ സാർ. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി iPlus ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ MCQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സാർ പറഞ്ഞതുപോലെ തന്നെ മോഡ്യൂൾ 5ഉം 6ഉം ആണ്. എക്സാം ഡേറ്റ് ഏകദേശമായിട്ട് അടുത്ത് വരികയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ എല്ലാ മോഡ്യൂൾസുകളും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിസ്കഷൻ അല്ലെങ്കിൽ MCQs നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൊഡ്യൂൾ 5 ആണ്. ഒന്നാമത്തെ ചോദ്യം കപ്ലിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബെയറിംഗ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. So which type of bearing is used at the bearing point between the cross and visible ellarkum okay alle fine. So which type of bearing is used at the bearing points between the cross and yokes in universal coupling? അതായത് യൂണിവേഴ്സൽ കപ്ലിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബെയറിംഗ് ഉണ്ട്, ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ വേഗം ഒന്ന് പറഞ്ഞു. എല്ലാവരും ഇവിടെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, തെറ്റു വന്നാലും കുഴപ്പമില്ല, ഡയറക്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും വരുന്നുണ്ടോ? ബോൾ ബെയറിംഗ് കൊടുത്തിട്ടുണ്ട്, ജേർണൽ ബെയറിംഗ് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞോളൂ. നീഡിൽ ബെയറിംഗ്. യെസ്, റൈറ്റ് ആൻസർ ആണ്. ശ്രദ്ധിക്കുക, യൂണിവേഴ്സൽ കപ്ലിംഗ് അല്ലെ, നമുക്കറിയാം യൂണിവേഴ്സൽ കപ്ലിംഗ്. സോ യൂണിവേഴ്സൽ കപ്ലിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബെയറിംഗ് ഏതാണ്? അതായതിലുള്ള നീഡിൽ ബെയറിംഗ് ആയിരിക്കും. അതായത് ആ ഒരു ക്രോസും യോക്കും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നീഡിൽ ബെയറിംഗ്സ് യൂസ് ചെയ്യും. ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നീഡിൽ ബെയറിംഗ്സ് യൂസ് ചെയ്യുന്നുണ്ടാകും. സോ യൂസ് ടു കണക്ട് ടു ഷാഫ്റ്റ് ഹൂസ് ആക്സിസ് ഇന്റർസെക്റ്റഡ് ആംഗിൾ. ഇത്തരത്തിൽ യൂണിവേഴ്സൽ കപ്ലിംഗുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം എന്താണ്, രണ്ട് ഷാഫ്റ്റുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ, ഇത്തരത്തിൽ ആംഗുലാർ ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ കപ്ലിംഗ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഹൂക്സ് കപ്ലിംഗ് എന്നും പറയാറുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അതിന്റെ മറ്റൊരു പോയിന്റ്, നമുക്ക് ആ ഒരു ഇൻക്ലിനേഷൻ മോർ ദാൻ 45 ഡിഗ്രി കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ നോട്ട് വർക്ക് ഇഫ് മോർ ദാൻ 45 ഡിഗ്രി. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഒരു ഇൻക്ലിനേഷൻ എന്താണ് 45 ഡിഗ്രിക്ക് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഒരു 20 to 30 ഡിഗ്രി ആണ് നമ്മൾ സാധാരണ ആ ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുന്നുണ്ടാവുക. സോ അവിടെ നീഡിൽ ബെയറിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് ഓർത്തിരിക്കാം. ഇത്തരത്തിൽ യൂണിവേഴ്സൽ കപ്ലിംഗിൽ ആ ഒരു ക്രോസും യോക്കും തമ്മിൽ കണക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ബെയറിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീഡിൽ ബെയറിംഗ് ആണ്. ഓക്കെ, ഇത്തരത്തിലുള്ള യൂണിവേഴ്സൽ കപ്ലിംഗ് കാർഡൻ ഷാഫ്റ്റുകൾ അതുപോലെ തന്നെ ഡ്രൈവ് ഷാഫ്റ്റ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സോ അത് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ദ ഹബ് ലെങ്ത് of the flanged coupling having shaft diameter d should not be less than 3.5d, 2d, 3d, 1.5d. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഹബ് ലെങ്ത് വന്നിട്ട് 1.5d. ഓപ്ഷൻ ഡി അല്ലെ, റൈറ്റ് ആൻസർ ആണ്. 1.5d ആണ്. 1.5d ആണ് അല്ലെ. സോ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കപ്ലിംഗുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കപ്ലിംഗ് ആണ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഫ്ലാഞ്ചസ് ഉണ്ട് അല്ലെ. സോ അത് ഇന്റഗ്രൽ ആയിട്ടുള്ള ഫ്ലാഞ്ചുകളും ഉണ്ട്. അതുപോലെ നമ്മൾ എന്താണ് ഇത്തരത്തില് എക്സ്റ്റേണലി നമ്മൾ ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലാഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ ഡയമീറ്റർ ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ആണ്. ഇൻ ടേംസ് ഓഫ് ഡി ആണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ മെഷർമെന്റുകൾ നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ അത്തരത്തിൽ ഹബ് ലെങ്ത്, ഹബിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 ടൈംസ്, ഇതാണ് ഹബ് എന്ന് പറയുന്ന പോർഷൻ. എന്താണ് ഹബ് എന്ന് പറയുന്ന പോർഷൻ? ഹബിന്റെ ഡയമീറ്റർ വന്നിട്ട് 2 ടൈംസ് ഡി ആണെന്നുള്ള ഓർത്തിരിക്കുക. അതിന്റെ ലെങ്ത്, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്താണ് 2 ടൈംസ് ഡി ആയിരിക്കും വരുന്നുണ്ടാവുക. ലെങ്ത് എന്ന് പറയുന്നത് 2 ടൈംസ് ഡി എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റൊരു കാര്യം, അതിന്റെ 1.5d. സോ നമ്മുടെ ഉത്തരം എന്താണ്? 1.5d ആണ്. സോ ഇവിടെ നോക്കി, സോ d plus 0.5 ദാറ്റ് ഈസ് 1.5d ആണ് അതിന്റെ ആ ഒരു ഹബിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഹബിന്റെ ഡയമീറ്റർ ആണ് 2d എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് ബോൾട്ട് യൂസ് ചെയ്യുന്ന ബന്ധപ്പെട്ട് ചോദ്യം കാണാറുണ്ട്. നമ്പർ ഓഫ് ബോൾട്ട് യൂസ്ഡ് ഫോർ പർട്ടിക്കുലർ ഡയമീറ്റർ ഡി അല്ലെ. ഇത്തരത്തിൽ നമ്മുടെ ഒരു ഡയമീറ്ററിന്റെ അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്പർ ഓഫ് ബോൾട്ടുകൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമ്മൾ ആ ഒരു ഫ്രാഞ്ചസിൽ നമ്മൾ ചിലപ്പോൾ 4 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ 6 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ 3 ബോൾട്ടുകളെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ 40 mm ഡയമീറ്ററിന് താഴെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ് ടു 40 mm ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 3 ബോൾട്ടുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. 100 mm വരെയാണെങ്കിൽ അപ് ടു 40 to 100 100 mm വരെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 4 ബോൾട്ടുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അതുപോലെ തന്നെ
180 mm അല്ലെ അപ് ടു 180 mm, അതായത് 100 മുതൽ 180 mm വരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 6 ബോൾട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ഇതൊന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എക്സാമുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്തരത്തിൽ നമ്പർ ഓഫ് ബോൾട്ട് യൂസ്ഡ് ഫോർ പർട്ടിക്കുലർ ഡയമീറ്റർ എന്നുള്ളത്. ഓക്കെ, ഫ്ലാഞ്ചസ് അല്ലെങ്കിൽ ഫ്ലാഞ്ചഡ് കപ്ലിംഗുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ഡിസൈനിങ് എ സ്ലീവ് കപ്ലിംഗ്. സ്ലീവ് കപ്ലിംഗ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. കപ്ലിംഗുമായി ബന്ധപ്പെട്ട് സ്ലീവ് കപ്ലിംഗ് നമ്മൾ അല്ലെങ്കിൽ മഫ് ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. ഇഫ് ഡി ഈസ് ദ ഡയമീറ്റർ, നമ്മുടെ സ്മോൾ ഡി നമ്മുടെ ഡയമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് mm ലാണ് പറയുന്നത്. ദെൻ ദ ഡയമീറ്റർ എത്രയായിരിക്കും? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും ഉത്തരം വരിക? നമുക്കറിയാം ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ, കറക്റ്റ് ആണ്. പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്. 2D + 13 mm എന്നുള്ളത് ഓർത്തിരിക്കാം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ 1-2 തവണ വന്നിട്ടുണ്ട്. ഈ ഹബ്ബ് അതുപോലെ അത് തന്നെ നമ്മുടെ മഫിന്റെ ഒക്കെ ആ ഒരു ലെങ്ത് എത്രയാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണ വരാറുള്ള ഏരിയ ആണ്. സോ 2D + 13 mm ആണെന്നുള്ളത് ഓർത്തിരിക്കാം. 2D + 13 അല്ല, ഇത്തരത്തില് നമ്മുടെ ആ ഒരു ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുന്നത് 2D + 13 ആണ്. ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് ദ സ്ലീവ് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് ദ സ്ലീവ് എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 3.5 D ആണെന്ന് ഓർത്തിരിക്കുക. 3.5 ടൈംസ് D ആണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സോ അത് ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുന്നത് 2D + 13 ആണ്. അതുപോലെ തന്നെ ലെങ്ത്, സോ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സോ ശ്രദ്ധിക്കുക, 3.5 ടൈംസ് D ഇതുപോലെ വരുന്നുണ്ടാവും. അതുപോലെ 2D + 13 വരുന്നുണ്ടാകും. ഓക്കെ, ഫൈൻ. സോ അത് ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫൈൻ. ഈ 2 പോയിന്റുകളും ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സ്പ്രിംഗ് കപ്ലിംഗ് ഈസ് ഓൾസോ നോൺ as. സ്പ്രിംഗ് കപ്ലിംഗ് ഈസ് ഓൾസോ നോൺ as ഗ്രിഡ് കപ്ലിംഗ്, സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ്, കംപ്രഷൻ കപ്ലിംഗ്, മഫ് കപ്ലിംഗ്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? സ്പ്രിംഗ് കപ്ലിംഗ് എന്ന് പറയുന്നത് ഗ്രിഡ് കപ്ലിംഗ്. ഓപ്ഷൻ എ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഓപ്ഷൻ എ ഗ്രിഡ് കപ്ലിംഗ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തില് സ്പ്രിംഗ് കപ്ലിംഗ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഗ്രിഡ് കപ്ലിംഗ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് അല്ലെ. സ്പ്രിംഗ് കപ്ലിംഗ് ഗ്രിഡ് കപ്ലിംഗ് ഒന്ന് തന്നെയാണ്. മറ്റൊരു പേരുണ്ട് അല്ലെ, ബിബി കപ്ലിംഗ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റെസിലിയന്റ് ഗ്രിഡ് കപ്ലിംഗ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഗ്രിഡ് കപ്ലിംഗ്, സ്പ്രിംഗ് കപ്ലിംഗ്, ബിബി കപ്ലിംഗ്, അതുപോലെ തന്നെ റെസിലിയന്റ് ഗ്രിഡ് കപ്ലിംഗ് എന്ന് അറിയപ്പെടുന്ന എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. സോ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെയാണ് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ വരുന്നുണ്ടാവുക. ഇത്തരത്തിൽ സ്പ്രിംഗ് പോലെ അല്ല, ഇത്തരത്തിൽ എന്താണ് ഉണ്ടാകും. സോ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? കപ്പിൾ ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടെ ഈ ഷാഫ്റ്റിലും സ്ലോട്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അതിനകത്തേക്ക് നമ്മൾ ആ ഒരു സ്പ്രിംഗ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? കണക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇത്തരത്തിലാണ് ആ ഒരു കണക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ഓർത്തിരുന്നാൽ മതി. സോ ബോത്ത് ഗ്രിഡ് കപ്ലിംഗ് ആർ എക്സലന്റ് ചോയ്സ് വെയർ ദ ടോർഷണൽ ഫ്ലെക്സിബിലിറ്റി, വൈബ്രേഷൻ ഡാമ്പിംഗ് ആർ പ്രൈമറി കൺസേൺ. ഇത്തരത്തില് ടോർഷണൽ ഫ്ലെക്സിബിലിറ്റി അതുപോലെ തന്നെ വൈബ്രേഷൻ ഡാമ്പിംഗ് ഒക്കെ നമ്മുടെ പ്രൈമറി കൺസേൺ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രിഡ് കപ്ലിംഗ് അല്ലെങ്കിൽ സ്പ്രിംഗ് കപ്ലിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഗ്രിഡ് അല്ലെങ്കിൽ സ്പ്രിംഗ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The sleeve or muff coupling is designed as, മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. The sleeve or muff coupling is designed as solid cylinder, hollow cylinder, thick cylinder, thin cylinder. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബി, ഹോളോ സിലിണ്ടർ. റൈറ്റ് ആൻസർ ആണ്, പേടിക്കേണ്ട. അതായത് കറക്റ്റ് ഉത്തരമാണ്. ദാറ്റ് ഈസ് ഹോളോ സിലിണ്ടർ തന്നെയാണ്. ഇത്തരത്തില് ഹോളോ സിലിണ്ടർ തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ എന്താണ് ഹോളോ സിലിണ്ടർ പോലെയാണ് നമ്മളുടെ സ്ലീവ് അല്ലെങ്കിൽ മഫ് ഒക്കെ നമ്മൾ കപ്ലിംഗിൽ ഡിസൈൻ ചെയ്യുന്നുള്ളത് ഓർത്തിരുന്നാൽ മതി അല്ലെ. നമ്മുടെ സിലിണ്ടർ അല്ലെങ്കിൽ ഷാഫ്റ്റുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സോളിഡ് സിലിണ്ടറും അല്ലെങ്കിൽ സോളിഡ് ഷാഫ്റ്റും ഉണ്ടാവും, ഹോളോ ഷാഫ്റ്റും ഉണ്ടാകും. അപ്പൊ അത്തരത്തിൽ ഹോളോ ഷാഫ്റ്റുകൾ എങ്ങനെയാണോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മളുടെ മഫ് കപ്ലിംഗില് മഫ് അല്ലെങ്കിൽ സ്ലീവ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്നുള്ള ഓർത്തിരിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നമ്മുടെ കേരള PSCയില്, അതൊന്ന് ഓർത്തിരിക്കാം. സോ ഇത്തരത്തിലുള്ള സോളിഡ് മഫ് കപ്ലിംഗ് അല്ലെ, സോളിഡ് മഫ് കപ്ലിംഗുകളുണ്ട്. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള മഫുകൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? 2 ഷാഫ്റ്റുകൾ, ഇതാണ് നമ്മുടെ ഷാഫ്റ്റ് നമ്പർ 1, ഇതാണ് നമ്മുടെ ഷാഫ്റ്റ് നമ്പർ 2 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 2 ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്ലിംഗ്സ് യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് സോളിഡ് മഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സോളിഡ് മഫ് കപ്ലിങ്ങുകളൊക്കെ നമ്മൾ എന്താണ് ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യുന്നത് ഹോളോ ഷാഫ്റ്റ് പോലെയാണ്. സോ സ്ലീവ് അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ലീവ് അല്ലെങ്കിൽ മഫുകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഹോളോ ഷാഫ്റ്റ് പോലെയാണെന്നുള്ളതും ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. The type of coupling used to join 2 shafts whose axes are neither in straight line nor parallel but intersect. അതായത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതുപോലെ തന്നെ എന്താണ് പാരലും അല്ല, പക്ഷെ അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള ടൈപ്പ് ഷാഫ്റ്റുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സോ ചെയിൻ കപ്ലിംഗ് കൊടുത്തിട്ടുണ്ട്, ഓൾഡ്ഹാം കപ്ലിംഗ് കൊടുത്തിട്ടുണ്ട്, ഫ്ലെക്സിബിൾ കപ്ലിംഗ്, യൂണിവേഴ്സൽ കപ്ലിംഗ്. ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക? ഓപ്ഷൻ ഡി.
യെസ്, നമ്മൾ Option D, നേരത്തെ universal. യെസ് റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി തന്നെയാണ് അല്ലെ, ഇത്തരത്തിലുള്ള യൂണിവേഴ്സൽ കപ്ലിംഗ് ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ കപ്ലിംഗ് തൊട്ട് മുന്നേ നമ്മൾ കണ്ടു എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു നീഡിൽ ബെയറിംഗ് എവിടെ യൂസ് ചെയ്യുന്നു, യൂണിവേഴ്സൽ കപ്ലിംഗ് യൂസ് ചെയ്യുന്നു, ഹൂക്സ് കപ്ലിംഗ് എന്നറിയപ്പെടുന്നു. ഇത്തരത്തിൽ രണ്ട് ഷാഫ്റ്റുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ആംഗിൾ മാക്സിമം 45 ഡിഗ്രി എന്ന് ഓർത്തിരിക്കാം, അതിന് മുകളിലേക്ക് നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ ഇത്തരത്തിലുള്ള പോയിന്റുകളാണ് പ്രധാനമായിട്ടും യൂണിവേഴ്സൽ കപ്ലിംഗ് എന്നുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The type of coupling used to join two shafts whose axes have lateral misalignment. Axes have Option C, flexible coupling. യെസ് ലാറ്ററൽ മിസ്അലൈൻമെന്റ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഉണ്ട്. ഫ്ലെക്സിബിൾ കപ്ലിംഗ് ഇവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്ഷൻ നോക്കാം. ചെയിൻ കപ്ലിംഗ് കൊടുത്തിട്ടുണ്ട്, ഓൾഡ് ഹാം കപ്ലിംഗ് കൊടുത്തിട്ടുണ്ട്, ഫ്ലെക്സിബിൾ കൊടുത്തിട്ടുണ്ട്, യൂണിവേഴ്സൽ കപ്ലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള ലാറ്ററൽ മിസ്അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒരേ ആക്സിസിൽ നിന്നുള്ളത് മാറിക്കാണ് അല്ലെ. ഇത്തരത്തിൽ ഒരു ആക്സിസ് ഒരു ഷാഫ്റ്റ് ഇതായിട്ട് കൺസിഡർ ചെയ്യാം, മറ്റൊരു ഷാഫ്റ്റ് ഇതായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പൊ ഈ രണ്ട് ഷാഫ്റ്റുകളുടെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും ലാറ്ററലി മിസ്അലൈൻ ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ലാറ്ററൽ മിസ്അലൈൻമെന്റുകൾക്കൊക്കെ എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക, ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? അത് ഓൾഡ് ഹാം കപ്ലിംഗ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ശ്രദ്ധിക്കാം, ലാറ്ററൽ മിസ്അലൈൻമെന്റ് ചെറിയ എന്നാൽ സ്മോൾ എന്ന് വളരെ എടുത്തു പറയാണ്. അങ്ങനെ നമുക്ക് ചെറിയ ഫ്ലെക്സിബിൾ കപ്ലിംഗ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വളരെ സ്മോൾ എന്നുള്ള രീതിയിലോ അങ്ങനെ ഒരു വാക്ക് അവിടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിളിലേക്ക് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നും വരില്ല. പക്ഷേ ഇത്തരത്തിൽ ലാറ്ററൽ മിസ്അലൈൻമെന്റ് മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഓൾഡ് ഹാം കപ്ലിംഗ് നമ്മുടെ ഓപ്ഷനോട് ഒന്ന് നോക്കുക. സോ ഓപ്ഷനിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഓപ്ഷനിൽ നിന്നും ഏതാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അത് ഉത്തരമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ടൈപ്പ് ഓഫ് കപ്ലിംഗ് യൂസ്ഡ് ടു ജോയിൻ ടു ഷാഫ്റ്റ് ഹൂസ് ആക്സിസ് ഹാവ് എ ലാറ്ററൽ മിസ്അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് എന്താണ് ഓൾഡ് ഹാം കപ്ലിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, അലിഗേറ്റർ ടൈപ്പ് ഫാസ്റ്റനേഴ്സ്. അതായത് ബെൽറ്റുമായി ബന്ധപ്പെട്ടാണ്, ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റനേഴ്സ്, രണ്ട് ബെൽറ്റുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അലിഗേറ്റർ ടൈപ്പ് ഫാസ്റ്റനേഴ്സ്. ഇവിടെ അലിഗേറ്റർ ടൈപ്പ് ഫാസ്റ്റനേഴ്സിനകത്ത് എന്താണ്, അലിഗേറ്റർ പിന്നുകൾ ഉണ്ടാകും. അത് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കും വരുന്നുണ്ടാവുക? യെസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, മൈൽഡ് സ്റ്റീൽ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. സോ മൈൽഡ് സ്റ്റീൽ തന്നെയാണ് നമ്മുടെ ഉത്തരം വരിക. സോ അലിഗേറ്റർ ടൈപ്പ് ഫാസ്റ്റനർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റ് മെറ്റൽ ഉണ്ട്. ഷീറ്റ് മെറ്റൽ മീൻസ് അത് സ്റ്റീലിന്റെ ഷീറ്റ് ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ സ്റ്റീൽ ഷീറ്റുകൾ ഉണ്ടാവും, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത്തരത്തിലുള്ള പിൻ ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് കണക്ട് ചെയ്യുന്നത് അല്ലെ. സോ അതുമായി ബന്ധപ്പെട്ട് അലിഗേറ്റർ ടൈപ്പ് ഫാസ്റ്റനറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട 1-2 പോയിന്റുകൾ ഇതേ ഉള്ളൂ. നമ്മളറിയാം ഇത് ബെൽറ്റ് ഫാസ്റ്റനേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അലിഗേറ്റർ ടൈപ്പ് ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത്. സോ അത് സ്റ്റീൽ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ടൈപ്പ് ഒരു ഫാസ്റ്റനർ ആണ്. സോ അത് കൺഫോമിംഗ് IS 5131973 എന്നുള്ളത് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന പിന്നുകൾ അല്ലെ, ഇത്തരത്തിൽ എന്താണ് മൈൽഡ് സ്റ്റീൽ വയറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് ഓർത്തിരിക്കാം. സോ IS 280172 എന്നുള്ളതും 1972 എന്നുള്ളതും ഓർത്തിരിക്കാം. അപ്പൊ ഈ 2 പോയിന്റുകൾ പ്രധാനമായിട്ടും നമുക്ക് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ബെൽറ്റ് ഫാസ്റ്റനറുമായി ബന്ധപ്പെട്ട് അലിഗേറ്റർ ടൈപ്പ് ഫാസ്റ്റനർ. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. Which type of belt fastener is used on heavy duty machines? Option C, lateral. ഓക്കെ റൈറ്റ് ആൻസർ ആണ്. സോ ഹെവി ഡ്യൂട്ടിയും ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് മീഡിയം ഡ്യൂട്ടികളൊക്കെ പറയാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ നോക്കി ജാക്സൺ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ക്രെസന്റ് പ്ലേറ്റ്, അതുപോലെ തന്നെ ലാഗർലെ ടൈപ്പ്, അതുപോലെ തന്നെ വയർ ടൈപ്പ്. സോ ഇവിടെ ഹെവി ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ദാറ്റ് ഈസ് ലെഗർലെ ടൈപ്പ് തന്നെയാണ്. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഓർത്തിരിക്കാം. സോ ടൈപ്പ് ഓഫ് ബെൽറ്റ് ഫാസ്റ്റനുമായി ബന്ധപ്പെട്ട് നോക്കി ഇവിടെ വയർ ടൈപ്പ് ഉണ്ട്, അത് ലൈറ്റ് ഡ്യൂട്ടി ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ജാക്സൺ ടൈപ്പ് ഉണ്ട്, അത് മീഡിയം ഡ്യൂട്ടി ആണ്. ക്രെസന്റ് പ്ലേറ്റ് മീഡിയം ഡ്യൂട്ടി ആണ്. സോ ഹെവി ഡ്യൂട്ടി ആയിട്ട് ഇവിടെ പറയുന്നത് ഏതാണ്, ദാറ്റ് ഈസ് ലാഗർലെ ടൈപ്പ് ആണ്. ലാഗർലെ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ, ഈ ഒരു ടൈപ്പാണ് നമ്മുടെ ആ ഒരു ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ഇതാണ് വയേർഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ജാക്സൺ ടൈപ്പ്, അതുപോലെ ഇതാണ് നമ്മുടെ ക്രെസന്റ് ടൈപ്പ് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ 4 ടൈപ്പുകളാണ് ഇവിടെ, 5 ടൈപ്പുകളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ. ഓക്കെ ഫൈൻ. മറ്റൊരു ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിവറ്റ് ഈസ് യൂസ്ഡ് ഫോർ ജനറൽ സ്ട്രക്ചറൽ വർക്ക്? Option A, snapped. യെസ്, സ്നാപ്പ്, ഫ്ലാറ്റ്, പാനൽ. ഇവിടെ നോക്കി ഹെവി സ്ട്രക്ചറൽ വർക്ക് ആണെന്നുണ്ടെങ്കിലോ ഹെവി ഏതായിരുന്നു?
യെസ്, റൈറ്റ് ആൻസർ. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താണ്? ജനറൽ സ്ട്രക്ചറൽ വർക്ക് എന്ന് കൊടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം ദാറ്റ് ഈസ് ഓപ്ഷൻ എ സ്നാപ്പ് ഹെഡ് തന്നെയാണ്. ഓപ്ഷൻ എ സ്നാപ്പ് ഹെഡ് തന്നെയാണ്. സോ റിവറ്റ് ഹെഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. ദാറ്റ് ഈസ് പാൻ ഹെഡ് റിവറ്റ് ഉണ്ട്. പാൻ ഹെഡ് റിവറ്റ് നോക്കി, ഹെവി എന്നുള്ള വാക്ക് വന്നാൽ സ്ട്രക്ചറൽ വർക്ക് ഒക്കെയാണ്. ഹെവി എന്നുള്ള വാക്ക് വന്നാൽ പാൻ ഹെഡ് റിവറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക അല്ലെ. പാൻ ഹെഡ് റിവറ്റ് ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സ്നാപ്പ് ഹെഡ് റിവറ്റ് എന്ന് പറയുന്നത് ജനറൽ സ്ട്രക്ചറൽ വർക്കുകൾക്കാണ് സ്നാപ്പ് ഹെഡ്. ഇതാണ് നമ്മുടെ സ്നാപ്പ് ഹെഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പാൻ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ കൗണ്ടർ സങ്ക് ഹെഡ് ആണ്. പ്രൊജക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള രീതിയിൽ കൗണ്ടർ സങ്ക് ഹെഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബൈഫ്രിക്കേറ്റഡ് റിവറ്റ് എന്ന് പറയുന്നത് വളരെ എന്താണ്, ലോഡ് വളരെ കുറവായിട്ടുള്ള രീതിയിലുള്ള പ്ലേറ്റ്, അതായത് ടിൻ പ്ലേറ്റുകൾ, ലെതറിൽ, പ്ലാസ്റ്റിക്കുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബൈഫ്രിക്കേറ്റഡ് റിവറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്താണ് ഇത്തരത്തിൽ വെച്ചതിന് ശേഷം ഇത് മടക്കി ഇങ്ങോട്ട് വെക്കുന്നുണ്ടാവും. സോ അത്തരത്തിൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെതർ ബെൽറ്റുകളിലൊക്കെ നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള റിവറ്റുകൾ കാണാറുണ്ട് അല്ലെ. സോ അത് നോക്കിയിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റിവറ്റ് ഇൻ എ റിവറ്റഡ് ജോയിന്റ്. ഓപ്ഷൻ എ 3D. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ അപ്പം നമ്മുടെ ഒരു ഏരിയ ശ്രദ്ധിക്കേണ്ടത് റിവറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഡയമെൻഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ഓർത്തിരിക്കണം. റിവറ്റിന്റെ ഹെഡുമായി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണഗതിയിൽ ചോദിച്ചു വരാറുള്ള ഒരു ഏരിയ ആണ് ഇത്തരത്തിലുള്ള റിവറ്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റിവറ്റ് ഇൻ എ റിവറ്റഡ് ജോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 3D തന്നെയാണ് മിനിമം ഡിസ്റ്റൻസ്. രണ്ട് റിവറ്റുകൾ പിച്ച് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഒരു റോയിൽ നമ്മൾ രണ്ട് എന്താണ് ഇത്തരത്തിൽ പിച്ച് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ആ ഒരു റോയിൽ രണ്ട് റിവറ്റുകൾ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇത്തരത്തിൽ നമ്മൾ എന്താണ് 3D മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക അല്ലെ. സോ ഇത്തരത്തിൽ നമുക്ക് നോക്കി ആ രണ്ട് റിവറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഒരു പിച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3 times D ആണ്. സോ D എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് അല്ലെ. ഡയമീറ്റർ ഓഫ് ദ റിവറ്റ്. റിവറ്റിന്റെ ഡയമീറ്റർ ആണ് D എന്ന് പറയുന്നുണ്ടാവുക. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് മറ്റ് കുറച്ച് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നത് നോക്കി. ഇവിടെ പിച്ച് എന്ന് പറയുന്നത് സാധാരണ 3D കൊടുത്തിട്ടുണ്ട്. ബാക്ക് പിച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് റോയിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ബാക്ക് പിച്ച് എന്ന് പറയുന്നുണ്ടാവുക. ദാറ്റ് ഈസ് 2D + 6 എന്നുള്ള ഒരു വാല്യൂ ഓർത്തിരിക്കാം. ഡയഗണൽ പിച്ച് എന്ന് പറയുന്നത് PD എന്നറിയപ്പെടുന്നു. ഓക്കെ, ബാക്കിയുള്ള പോയിന്റുകൾ നോക്കി. ഇതാണ് മാർജിൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ മാർജിൻ എന്ന് പറയുന്നുണ്ടാവുക. 1.5D കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ റിവറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ. റിവറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ലെങ്ത് ഓഫ് ദ റിവറ്റ്, ഡയമീറ്റർ ഓഫ് ദ ഷാങ്ക്, ടൈപ്പ് ഓഫ് ലോഡ്, നൺ ഓഫ് ദീസ്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബി ഡയമീറ്റർ ഓഫ് ദ ഷാങ്ക്. ഓപ്ഷൻ ബി തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഡയമീറ്റർ ഓഫ് ദ ഷാങ്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ദ റിവറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ ദ ഡയമീറ്റർ ഓഫ് ദ ഷാങ്ക്. അല്ലെങ്കിൽ നമ്മൾ നോമിനൽ അല്ലെങ്കിൽ റിവറ്റ് ഡയമീറ്റർ അല്ലെങ്കിൽ ഷാങ്ക് ഡയമീറ്റർ എന്നൊക്കെ പറയാറുണ്ട്. സോ റിവറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ ഷാങ്ക്, നോമിനൽ അല്ലെങ്കിൽ റിവറ്റ് ഡയമീറ്റർ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ റിവറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പോയിന്റുകൾ ഇത്രയേ ഉള്ളൂ. റിവറ്റിന്റെ ഒരു ഹെഡ് ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഒരു ബോഡി, അതുപോലെ തന്നെ അതിനൊരു ടെയിൽ പോർഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ ആണ് അതിന്റെ ഉണ്ടാവുക. സോ 3 പാർട്സുകളാണുള്ളത്. 1 ഹെഡ്, 2 ഷാങ്ക് അല്ലെങ്കിൽ ബോഡി, 3 ടെയിൽ അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നു. ഓക്കെ, ഫൈൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് റിവറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള. ഒരു പെർമനന്റ് ജോയിന്റ് ആണെന്നുള്ളത് നമുക്കറിയാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ആക്മി ത്രെഡ് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ്. ആക്മി ത്രെഡ് അല്ലെ, പലപ്പോഴും PSC ചോദിക്കാറുള്ള ഒരു ത്രെഡ് ആണ് ആക്മി ത്രെഡ്. ഓപ്ഷൻ എത്രയാണ്? കിട്ടില്ല. സ്ക്വയർ ത്രെഡ് തന്നെയാണ്. ആക്മി ത്രെഡ് എന്ന് പറയുന്നത് മോഡിഫൈഡ് ഫോം ഓഫ് സ്ക്വയർ ത്രെഡ് തന്നെയാണ്. അപ്പൊ ആക്മി ത്രെഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ പലപ്പോഴും ചോദിക്കാറുള്ളത് ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് അല്ലെ. ആക്മി ത്രെഡ് നമുക്കറിയാം ലെയ്ത്ത് മെഷീന്റെ ഒക്കെ എന്താണ് ലീഡ് സ്ക്രൂവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ത്രെഡാണ് ആക്മി ത്രെഡ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് ആംഗിൾ 29 ഡിഗ്രി എന്നുള്ളത് ഓർത്തിരിക്കാം. ദെൻ ഇതൊരു മോഡിഫൈഡ് ഫോം ഓഫ് സ്ക്വയർ ത്രെഡ് തന്നെയാണ് അല്ലെ. ഇത്തരത്തിലുള്ള ഒരു സ്ക്വയർ ത്രെഡിന്റെ ഒരു മോഡിഫൈഡ് ഫോം തന്നെയാണ് ഈ ആക്മി ത്രെഡ് എന്ന് പറയുന്നത്. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0.5 times P എന്ന് പറയുന്ന പിച്ചാണ്. P എന്ന് പറയുന്ന പിച്ച് വാല്യൂ ആണ്. സോ അത് ഓർത്തിരുന്നാൽ മതിയാവും. ഡെപ്ത് എന്ന് പറയുന്നത് 0.5 times P ആണ്. സോ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത്, തിക്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടോപ്പിലുള്ള ഒരു തിക്നെസ് വരുന്നത് 0.37 P ആണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള ഹാഫ് നെറ്റ് മെക്കാനിസം നമുക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ത്രെഡ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ആക്മി ത്രെഡോട് കൂടിയിട്ടുള്ള ലീഡ് സ്ക്രൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടി ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ത്രെഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രയാങ്കുലർ ആൻഡ് സ്ക്വയർ ത്രെഡ്? ട്രയാങ്കുലർ ആൻഡ് സ്ക്വയർ ത്രെഡ് ഒരു കോമ്പിനേഷൻ ഏതാണ്? ആക്മി ത്രെഡ്, BSW ത്രെഡ്, ബട്ടർസ് ത്രെഡ്, BA ത്രെഡ്, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്. ഏതായിരിക്കും വരുന്നുണ്ടാവും? ഓപ്ഷൻ സി. ഏതാണ്? ബട്ടർസ് ത്രെഡ്. ബട്ടർസ് ത്രെഡ് ആണ് അല്ലെ. ഇത്തരത്തില് നമുക്കറിയാം അതിന്റെ ഒരു 45 ഡിഗ്രി വരുന്നുണ്ടാവും അല്ലെ. സോ ബട്ടർസ് ത്രെഡ് ആണ്, ബട്ടർസ് ത്രെഡ്. അപ്പൊ ശ്രദ്ധിക്കുക, ബട്ടർസ് ത്രെഡ് ആണ്
നമ്മളുടെ എന്താണ് കോമ്പിനേഷൻ ഓഫ് ട്രയാങ്കുലർ ആൻഡ് സ്ക്വയർ ത്രെഡ്. സ്ക്വയർ ത്രെഡിന്റെയും അതായത് സ്ക്വയർ ത്രെഡിന്റെ ഈ ഒരു പോർഷനും ട്രയാങ്കുലർ ത്രെഡിന്റെ ഈ ഒരു പോർഷനും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ത്രെഡ് ഏതാണ്? ബട്ടർസ് ത്രെഡ് ആണ്. സോ ബട്ടർസ് ത്രെഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നോക്കി അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 45 ഡിഗ്രി ആണ്, സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. സോ യൂസ്ഡ് വെൻ ലാർജ് ഫോഴ്സ് ആക്ടിങ് അലോൺ ദ സ്ക്രൂ ആക്സിസ് ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ലോഡിനെ കടത്തിവിടുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇത്തരത്തിൽ ബട്ടർസ് ത്രെഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അതും ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൺ ഡയറക്ഷനിലേക്ക് മാത്രം എന്താണ് ലോഡ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബട്ടർസ് ത്രെഡ് ആണ് മെയിൻ ആയിട്ട്. ഓക്കെ, പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത്തരത്തിൽ എവിടെ യൂസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കാർപ്പൻട്രി വൈസിൽ അതുപോലെ റാച്ചറ്റ്സിൽ പവർ പ്രസ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ബട്ടർസ് ത്രെഡുകൾ. സോ ഇൻക്ലൂഡ് ആംഗിൾ 45 ഡിഗ്രി ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ അതിന്റെ ആ ഒരു പിച്ച് എന്ന് പറയുന്ന വാല്യൂ ആണ് പി എന്ന് കൊടുത്തിരിക്കുന്നത്, പി എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. സോ ഇത്തരത്തിലുള്ള പോയിന്റുകൾ ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ക്രൂ ത്രെഡ് ഈസ് അഡോപ്റ്റഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ ഇൻ എയ്തർ ഡയറക്ഷൻ? രണ്ട് ഡയറക്ഷനിലേക്കും നമുക്ക് പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രൂ ത്രെഡ് ഏതാണ്? ശ്രദ്ധിക്കുക, പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് രണ്ട് ഡയറക്ഷനിലേക്കും എന്താണ് അഡോപ്റ്റ് ചെയ്യുന്ന, രണ്ട് ഡയറക്ഷനിലേക്ക് നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അഡോപ്റ്റ് ചെയ്യുന്ന സ്ക്രൂ ത്രെഡ് ഏതാണ്? അസോസിയേഷൻ, ബട്ടർസ്, സ്ക്വയർ ത്രെഡ്. ഏതായിരിക്കും? സ്ക്വയർ ത്രെഡ്. യെസ്, റൈറ്റ് ആൻസർ ആണ്. സ്ക്വയർ ത്രെഡ് തന്നെയാണ്, സ്ക്വയർ ത്രെഡ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത്തരത്തിലുള്ള സ്ക്വയർ ത്രെഡുകൾ നമ്മളുടെ വണ്ടികളിലൊക്കെ ജാക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ മുകളിലേക്കും താഴേക്കും അല്ലെ ഇത്തരത്തിൽ എന്താണ് ആ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ലോഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സോ സ്ക്വയർ ത്രെഡ് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് മോഷൻ ഓർ പവർ ഇൻ എയ്തർ ഡയറക്ഷൻ. രണ്ട് ഡയറക്ഷനിലേക്കും നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ത്രെഡാണ്. മാക്സിമം എഫിഷ്യൻസിയോട് കൂടിയിട്ടുള്ള ഒരു ത്രെഡാണ് സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇത്തരത്തിലുള്ള ക്രോസ് സ്ലൈഡിൽ, കോമ്പൗണ്ട് സ്ലൈഡ്സിൽ, സ്ക്രൂ ജാക്സിൽ, വൈസിൽ, ഫൈബ്രസിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള സ്ക്വയർ ത്രെഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ടെന്നുള്ളതും ഓർത്തിരിക്കാം. അപ്പോൾ സ്ക്വയർ ത്രെഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ഇൻക്ലൂഡ് ആംഗിൾ നമുക്കറിയാം 90 ഡിഗ്രി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടെന്നുള്ളതും ഓർത്തിരിക്കാം. So which of the following is a smooth and positive drive? Rope drive, V-belt drive, gear drive, flat belt drive. ഏതായിരിക്കും വരുന്നുണ്ടാവുക? Yes, right answer ആണ്. പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഗിയർ ഡ്രൈവ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തില്ല, സ്ലിപ്പ് ഇല്ല എന്നുള്ളത് അല്ലെ. സ്ലിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറയാം. എന്നാൽ മറ്റു കൊടുത്തിരിക്കുന്ന എല്ലാം റോപ്പ് ഡ്രൈവ് ആയിക്കോട്ടെ, ബെൽറ്റ് ഡ്രൈവ്, അതുപോലെ തന്നെ ഫ്ലാറ്റ് ബെൽറ്റ്, അതായത് ബെൽറ്റ് ഡ്രൈവ് തന്നെയാണ്. അപ്പൊ അതൊക്കെ ഒരു നെഗറ്റീവ് ഡ്രൈവ് ആണ്. കാര്യം അവിടെ സ്ലിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഗിയർ ഡ്രൈവ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ചെയിൻ ഡ്രൈവിലൊക്കെ നമുക്ക് പോസിറ്റീവ് ഡ്രൈവ് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് ഗിയർ is used to transmit power between normal shaft with large speed reduction? Option D, worm gear. Option D, worm gear. യെസ്, റൈറ്റ് ആൻസർ തന്നെയാണ്. അവിടെ ശ്രദ്ധിക്കുക, ആ ഒരു കീവേഡ് ആണ് ലാർജ് സ്പീഡ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാർജ് സ്പീഡ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർത്തിരിക്കാം ദാറ്റ് ഈസ് വോം ഗിയർ തന്നെയാണ്. സോ വോം ഗിയറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അല്ലെ, വോമും ഉണ്ടാവും, വോം വീലും ഉണ്ടാവും അല്ലെ. സോ ഇതാണ് നമ്മുടെ വോം എന്ന് പറയുന്നത്. സോ അതാണ് നമ്മുടെ വോം വീൽ എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ഒരു വോം ഗിയറിന്റെ പ്രത്യേകത എന്താണ്? വളരെയധികം സ്പീഡ് റിഡക്ഷൻ നമുക്ക് പോസിബിൾ ആണ്. ദാറ്റ് ഈസ് ഏകദേശം 300:1. അതായത് 300 തവണ നമ്മളുടെ വേം കറങ്ങുമ്പോൾ ഒരു തവണ മാത്രമേ നമ്മളുടെ വീല് കറങ്ങുകയുള്ളൂ അല്ലെ. അത്തരത്തിലുള്ള ഒരു അത്രയും എന്താണ് സ്പീഡ് റിഡക്ഷൻ നമുക്ക് പോസിബിൾ ആകുന്നത് വേം ഗിയറിലാണ് എന്നുള്ളതും ഓർത്തിരിക്കാം. സ്പീഡ് റെഡ്യൂസർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഗിയർ ആണെന്ന് ചോദിച്ചാൽ വേം ഗിയർ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റുകൾ. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ of the spindle of a drilling machine is controlled by the mechanism of. അതായത് നമ്മുടെ ആ ഒരു ഡ്രില്ലിംഗ് മെഷീൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. റാക്ക് ആൻഡ് പിനിയൻ ആണ്. റാക്ക് ആൻഡ് പിനിയൻ തന്നെയാണ് നമ്മുടെ ഉത്തരം വരിക. റാക്ക് ആൻഡ് പിനിയൻ. So the upward and downward motion of a spindle of a drilling machine is controlled by the mechanism of rack and pinion. അപ്പോൾ റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ് റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇത് നോക്കി, ഇവിടെ ആക്സസ് ഉണ്ടാവും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ആക്സസ് പാരലാണ്. അതായത് ഇതൊരു രണ്ടാമത്തെ ഇതിനെയാണ് നമ്മൾ പിനിയൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു ഗിയറിനെ വിളിക്കുന്ന പേരാണ് റാക്ക് എന്ന് പറയുന്നത്. സോ അത് ഇൻഫിനിറ്റ്ലി, അതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇൻഫിനൈറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസിഡറേഷൻ. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആക്സസുകളും എന്താണ് പാരലാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഇത്തരത്തിലുള്ള രണ്ട് പാരലായിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാക്ക് ആൻഡ് പിനിയൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു മൂവ്മെന്റ് ദാറ്റ് ഈസ് റോട്ടറി മോഷനെ ലീനിയർ മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഏത് ടൈപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റാക്ക് ആൻഡ് പിനിയൻ തന്നെയാണ്.
ദാറ്റ് ഈസ് റോട്ടറി മോഷനെ ലീനിയർ മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഗിയർ കൊണ്ടാണ്, അല്ലെങ്കിൽ ഗിയർ മെക്കാനിസം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാക്ക് ആൻഡ് പിനിയൻ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ അതിനകത്ത് സ്ട്രെയിറ്റ് ബാർ ആയിട്ട് കൺസിഡർ, സ്ട്രെയിറ്റ് ബാറിനകത്ത് ടീത്തുകൾ കട്ട് ചെയ്തിരിക്കുന്ന റാക്ക് എന്ന് വിളിക്കുന്നു. അതുപോലെ അതിന് മുകളിൽ കാണുന്ന ആ ഒരു ചെറിയ ഗിയർ ഉണ്ടാവും. സോ അതിനെ വിളിക്കുന്ന പേരാണ് പിനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടോട് ചേരുന്നതാണ് നമ്മുടെ റാക്ക് ആൻഡ് പിനിയൻ കോൺസെപ്റ്റ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് വി ബെൽറ്റ് ഈസ് യൂഷ്വലി Option B 40 degree. 45. 40 degree. 40 degree. 40 ഡിഗ്രി 45 ഡിഗ്രി. അപ്പൊ കൺഫ്യൂഷൻ വന്നല്ലേ, ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് വി ബെൽറ്റ്. സോ ഉത്തരം എന്താ വരിക? 40 ഡിഗ്രി. ശ്രദ്ധിക്കുക, നമ്മളുടെ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് വി ബെൽറ്റിന്റെ ആ ഒരു ട്രപ്പീസോയിഡൽ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടാകും. സോ നമ്മൾ എന്താണ് ഇത്തരത്തിൽ എന്താണ് നീട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 40 ഡിഗ്രി ആണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. 40 ഡിഗ്രി ആണ്. സോ 40 ഡിഗ്രി ആണ് നമ്മുടെ ആ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് വി ബെൽറ്റ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ട്രപ്പീസോയിഡൽ ക്രോസ് സെക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും വി ബെൽറ്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, സോ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ ഇൻക്ലൂഡ് ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി ആണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? 45 ഡിഗ്രി ഓക്കെ പറഞ്ഞ ആൾക്ക് ക്ലിയർ ആണല്ലോ? മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ദ ഡെസിഗ്നേഷൻ ഓഫ് വി ബെൽറ്റ് ആസ് പെർ IS 2494. അപ്പൊ ഇവിടെ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് വി ബെൽറ്റിന്റെ ഡെസിഗ്നേഷൻ IS സ്റ്റാൻഡേർഡ് 2494 ആണ്. അതുപോലെ തന്നെ ഈസ് ഗിവൺ ബൈ C3048 IS 2494. അപ്പൊ ഇങ്ങനെ ഒരു ഡെസിഗ്നേഷൻ തന്നിട്ടുണ്ട്, ഒരു സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താണ് ഈ 3048? സോ C3048 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? Option D inside length. യെസ്, റൈറ്റ് ആൻസർ ആണ്. സോ ശ്രദ്ധിക്കുക, ഇത് നമ്മളുടെ ആ ഒരു ഡെസിഗ്നേഷനുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് C എന്നാണ് PSC ചോദിച്ചിട്ടുള്ളത്. എന്നാൽ C എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ ഇവിടെ C ആണ് ക്രോസ് സെക്ഷൻ അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് 3048 ആണ്. 3048 mm എന്ന് പറയുന്നത് അതിന്റെ ഇൻസൈഡ് ലെങ്ത് ആണ്. 3048 mm അതിന്റെ ഇൻസൈഡ് ലെങ്ത് ഓഫ് ദ ബെൽറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ C എന്ന് ഉദ്ദേശിക്കുന്നത് ക്രോസ് സെക്ഷൻ ആണ് എന്നുള്ളതും ഓർത്തിരിക്കാം. സോ നമ്മളുടെ ആ ഒരു വി ബെൽറ്റിന്റെ ഡെസിഗ്നേഷൻ ആണ് ഇവിടെ ചോദ്യമായി വന്നത്. ഓക്കെ, C3048 IS 2494 C എന്ന് പറയുന്നത് അതിന്റെ ക്രോസ് സെക്ഷൻ ആണ്, വി ബെൽറ്റിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അതുപോലെ 3048 എന്ന് പറയുന്നത് നോമിനൽ ഇൻസൈഡ് ലെങ്ത് ഇൻ mm ആണ്. അത് ഇൻ അൺടെൻഷൻഡ് സ്റ്റേറ്റ് അല്ലെ, വലിഞ്ഞു നിൽക്കാതെ ടെൻഷൻ ഒന്നും കൊടുക്കാതെ ഇരിക്കുന്ന സമയത്ത് അതിന്റെ ഇൻസൈഡ് ലെങ്ത് എത്രയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ നോമിനൽ ഇൻസൈഡ് ലെങ്ത് ഇൻ mm 3048 കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് IS പ്രകാരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഡെസിഗ്നേഷൻ ഓഫ് വി ബെൽറ്റുമായി ബന്ധപ്പെട്ട്. അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യം വരാം. ചോദ്യം ഇതാണ്, കോളാർ ബെയറിംഗ് ഈസ് ആർ നോൺ ആസ് ഡാഷ് ബെയറിംഗ്. കോളാർ ബെയറിംഗ് എന്ന് പറയുന്നത് ഏത് ബെയറിംഗ് ആണ്? പവർ ബെയറിംഗ്, ട്രസ്റ്റ് ബെയറിംഗ്, സ്പീഡ് ബെയറിംഗ്, ത്രൈവ് ബെയറിംഗ്, ഏതായിരിക്കും? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ദാറ്റ് ഈസ് ത്രസ്റ്റ് ബെയറിംഗിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോളാർ ബെയറിംഗ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തില് ഇവിടെ നമ്മൾ കോളാസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് കോളാസ് എന്ന് പറയുന്നത് അല്ലെ, ഇത്തരത്തിൽ കോളാസ് ഉണ്ടാകും. സോ കോളാർ ബെയറിംഗ് എന്നറിയപ്പെടുന്നത് ത്രസ്റ്റ് ബെയറിംഗ് തന്നെയാണ്. ത്രസ്റ്റ് ബെയറിംഗ് ഉണ്ട്, റേഡിയൽ ബെയറിംഗ് ഉണ്ട്. ഇത്തരത്തിൽ എന്താണ് ത്രസ്റ്റ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ദ ലോഡ് ഈസ് പാസിംഗ് ത്രൂ ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് അല്ലെ. ആ ഒരു along the axis of the shaft ആണ് ലോഡ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ത്രസ്റ്റ് ബെയറിംഗ് എന്ന് പറയാം. എന്നാൽ ലോഡ് ആക്ട് ചെയ്യുന്നത് റേഡിയലി ആണെന്നുണ്ടെങ്കിൽ റേഡിയൽ ബെയറിംഗ് എന്ന് നമ്മൾ പറയാം. സോ ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ്, പിവോട്ട് ബെയറിംഗ് ഒക്കെ ഇത്തരത്തിലുള്ള ത്രസ്റ്റ് ബെയറിംഗ് എക്സാമ്പിൾ ആണെന്ന് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് പാർട്ട് ഓഫ് എ ബോൾ ബെയറിംഗ്, ബോൾ ബെയറിംഗിന്റെ ഏതൊരു പാർട്ട് ഉണ്ട്, ആക്ട് ആസ് എ ബാരിയർ ബിറ്റ്വീൻ ദ ബോൾസ് പ്രിവെന്റിംഗ് ദം ഫ്രം ബംപിംഗ് ഇൻ ടു ഈച്ച് അതർ. ഈ രണ്ട് ബോളുകൾ തമ്മിൽ ഇടിച്ച് എന്താണ് ബംപിംഗ് ആക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ബാരിയർ ആയിട്ട് നമ്മളുടെ ബോൾ ബെയറിംഗിൽ ആക്ട് ചെയ്യുന്ന ഒരു കേജ്. സംശയമൊന്നും വേണ്ട. നമ്മളുടെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഇന്നർ റേസ്, ഔട്ടർ റേസ്, റോളിംഗ് എലമെന്റ്, കേജ്, ഇതെല്ലാം ഓരോ പാർട്ടുകൾ തന്നെയാണ് നമ്മളുടെ ബോൾ ബെയറിംഗുമായി ബന്ധപ്പെട്ട്. സോ ഇവിടെ ഉത്തരം വരിക കേജ് ആണ്. ഉത്തരം വരിക കേജ് ആണ് അല്ലെ. സോ നമ്മളുടെ ആ ഒരു ബോൾ ബെയറിംഗ് അല്ലെ, നമ്മുടെ ബോൾ ബെയറിംഗ് ഉണ്ട്. സോ ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ റോളിംഗ് എലമെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ബോള്. അതിന് മുകളിലായിട്ട് ഔട്ടർ എന്താണ്, ദാറ്റ് ഈസ് ഔട്ടർ റേസും ഉണ്ട്, ഇന്നർ റേസും ഉണ്ട് അല്ലെ. സോ ഇന്നർ റേസും ഉണ്ട്, ഔട്ടർ റേസും ഉണ്ട്, അല്ലെങ്കിൽ സോ ഇതാണ് ഔട്ടർ റിംഗ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഇന്നർ റിംഗ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ഇതിൽ ഏത് റിംഗ് ആയിരിക്കും നമ്മളൊരു ഷാഫ്റ്റിൽ കണക്ട് ചെയ്യുമ്പോൾ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക?
ഔട്ടർ റൈസ്. യെസ്, ഔട്ടർ റേസ് തന്നെ അതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഔട്ടർ റേസ് ആയിരിക്കും സ്റ്റേഷനറി ആയിട്ടുണ്ടാവുക. ഇത് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇന്നർ റേസും ഷാഫ്റ്റും ചേർന്ന് കറങ്ങുന്നുണ്ടാകും. ഔട്ടർ റേസ് ആയിരിക്കും സ്റ്റേഷനറി ആയിട്ടുണ്ടാവുക. സോ അതും ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയ ആണ്. സോ ഇത്തരത്തിൽ ആ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് നോക്കി, ഇവിടെ ഇതാണ് നമ്മുടെ കേജ് എന്ന് പറയുന്നത്. സോ ആ കേജിനുള്ളിലായിരിക്കും നമ്മളുടെ ബോൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നമ്മുടെ റോളിംഗ് എലമെന്റ് ആയിട്ടുള്ള ബോൾ ആണെങ്കിൽ ബോൾ, അതല്ല നമ്മുടെ റോളർ ആണെങ്കിൽ റോളർ, എന്തായാലും ആ റോളിംഗ് എലമെന്റിനെ പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് കേജ് എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. സോ ഇത്തരത്തിലുള്ള കേജ് നിർമ്മിച്ചിരിക്കുന്നത് ലോ കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. ശ്രദ്ധിക്കുക, ലോ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ആ കേജ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ആക്ട് ആസ് എ ബാരിയർ ബിറ്റ്വീൻ ബോൾ പ്രിവെന്റിംഗ് ദം ഫ്രം ബംപിംഗ് ഇൻ ടു ഈച്ച് അതർ. ആ ബോളുകൾ തമ്മിൽ കോൺടാക്റ്റിൽ വരാതിരിക്കാനും അതിന്റെ പൊസിഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നതാണ് കേജ് എന്ന് പറയുന്നത്. ലോ കാർബൺ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. If the diameter of the rivet is d, what is the margin? ഇത് previous year question ചോദിച്ചിട്ടുള്ളതാണ്. മാർജിന്റെ വാല്യൂ എത്രയാണ്? യെസ്, റൈറ്റ് ആൻസർ ആണ് 5. ദാറ്റ് ഈസ് ഓപ്ഷൻ സി തന്നെയാണ്, 1.5d തന്നെയാണ്. സോ മാർജിൻ എന്ന് പറഞ്ഞാൽ നോക്കി നമുക്കറിയാം അല്ലെ, ഈ ഒരു റിവറ്റിന്റെ ഡയമീറ്റർ ഉണ്ടാവും d. അപ്പോൾ കറസ്പോണ്ടിങ് അതിന്റെ ആ ഒരു കറസ്പോണ്ടിങ് എഡ്ജ് തമ്മിൽ അല്ലെ, ആ ഒരു എഡ്ജ് തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ആ ഒരു മാർജിൻ എന്ന് പറയുന്നത്. എവിടെയാണോ നമ്മുടെ ആ ഒരു എഡ്ജ് ഉണ്ടാവുക, ഓക്കെ, ആ ഒരു എഡ്ജുമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് മാർജിൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എഡ്ജ് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എഡ്ജ് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഫ്രം എഡ്ജ് ഓഫ് ദ പ്ലേറ്റ് ടു ദ സെന്റർ ഓഫ് ദ നിയറസ്റ്റ് റിവറ്റ്. ഓക്കെ, ആ ഒരു പ്ലേറ്റിന്റെ ഇതാണ് നമ്മുടെ പ്ലേറ്റ് എന്നുണ്ടെങ്കിൽ പ്ലേറ്റിന്റെ എഡ്ജ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ എഡ്ജിനോട് ചേർന്നിരിക്കുന്ന നിയറസ്റ്റ് റിവറ്റ് ഇതാണെന്നുണ്ടെങ്കിൽ സോ ആ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ മാർജിൻ എം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. സോ മാർജിൻ ഉദ്ദേശിക്കുന്നത് എം വെച്ച് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യും. ശ്രദ്ധിക്കുക, എഡ്ജ് ഓഫ് ദ പ്ലേറ്റ് ടു ദ സെന്റർ ഓഫ് ദ നിയറസ്റ്റ് റിവറ്റ്. ഓക്കെ, ഫൈൻ. സോ യൂഷ്വലി ടേക്കൺ ആസ് 1.5d എന്നുള്ളതാണ്. സോ അത് നമ്മൾ ഓൾറെഡി കണ്ടു, ഇതിന് മുന്നുള്ള ചിത്രത്തിൽ നമ്മൾ കണ്ടിരുന്നു. സോ d is the diameter of the rivet. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഫോർ എ സിംഗിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ്. അപ്പൊ ഡബിൾ സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള 2 സ്ട്രാപ്പുകൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഇത്തരത്തിലുള്ള 2 സ്ട്രാപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. Okay, double strap rivet, single riveted double strap butt joint. Number of rows of rivet used in each main plate of butt joint. Number of C1. ഓപ്ഷൻ സി ആണ് ഉത്തരം കൊടുക്കുക. ദാറ്റ് ഈസ് ഓപ്ഷൻ സി തന്നെയാണ്. എങ്ങനെയാ വന്നത് നോക്കി, ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ ആ ഒരു ബട്ട് ജോയിന്റ് അല്ലെ. സോ നമ്മുടെ കവറിങ് കൊടുത്തിട്ടുണ്ട്, സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡബിൾ സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ 2 സൈഡിലും നമ്മൾ സ്ട്രാപ്പ് വെച്ചു എന്നുള്ളതാണ്. സോ അതിനുശേഷം നമ്മൾ നോക്കി ഒരു എൻഡിൽ അല്ലെങ്കിൽ ഒരു വർക്കിൽ അല്ലെ, ഒരു 2 പീസുകളായിരിക്കുമല്ലോ. ഒന്നാമത്തെ പീസിൽ ഒരു റോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ പീസിലും ഒരു റോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പീസിലും ഓരോ റോ ആയിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ സിംഗിൾ റോ ആണ് ഓരോ പീസിലും ഉണ്ടാവുക. ഓക്കെ, സോ അത്തരത്തിൽ അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് റോസ് ഓഫ് റിവറ്റ് ആൻഡ് ഇറ്റ്സ് അറേഞ്ച്മെന്റ് ദ ബട്ട് ജോയിന്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു സിംഗിൾ റിവറ്റഡ് ബട്ട് ജോയിന്റ് ആൻഡ് ഡബിൾ റിവറ്റഡ് ബട്ട് ജോയിന്റ്. ഡബിൾ റിവറ്റഡ് എന്ന് പറയുമ്പോൾ ആ ഒരു 2 റോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും ഒരു വർക്ക് പീസിൽ, ഒരു പീസിൽ അല്ലെ. രണ്ടാമത്തെ പീസിലും 2 റോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡബിൾ സ്ട്രാപ്പ് ടൈപ്പ് ബട്ട് ജോയിന്റ് എന്നുള്ളതും ഓർത്തിരിക്കാം. സോ ഡബിൾ റിവറ്റഡ് ബട്ട് ജോയിന്റ്, സിംഗിൾ റിവറ്റഡ് ബട്ട് ജോയിന്റ്. ഓക്കെ, സോ അതൊന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. എ ഡബിൾ ത്രെഡഡ് സ്ക്രൂ ഹാസ് എ പിച്ച് ഓഫ് സ്ക്രൂ 2 mm. Pitch of screw എത്രയാണ്? 2 mm. How much screw advances if it made 2 revolution? സോ ഇവിടെ നമ്മൾ ആ ഒരു ത്രെഡിന്റെ ലീഡ് പിച്ച് റിലേഷൻ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ആ ഒരു പോർഷൻ ഇത്രയേ ഉള്ളൂ. ലീഡ് ഈസ് ഈക്വൽ ടു NP ആണ്. നമുക്ക് ബേസിക് ഇക്വേഷൻ നമുക്കറിയാം. ലീഡ് എന്ന് പറയുന്നത് അല്ലെ, ലീഡ് എന്ന് പറഞ്ഞാൽ എന്താ? എത്രയാണ്? ഓപ്ഷൻ ഡി 8 mm. ഓപ്ഷൻ ഡി 8 mm. നോക്കാം എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും കിട്ടിയോ? 8 mm കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി 2 റെവല്യൂഷൻ ആണ് പറയുന്നത് അല്ലെ, 2 തവണ. നമുക്കറിയാം ലീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഒരു തവണ നമ്മളുടെ ആ ഒരു നെറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മൂവ് ചെയ്തു എന്നുള്ളതാണ് ലീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലീഡ് എന്ന് പറയുന്നത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ലീഡ് ഈസ് ഈക്വൽ ടു N ടൈംസ് P ആണ്. N എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് ആണ്. ഇവിടെ നോക്കിയേ ഡബിൾ ത്രെഡഡ് ആണ്. അപ്പോൾ എന്നിന്റെ വാല്യൂ എത്രയാണ്? എന്നിന്റെ വാല്യൂ 2 ആണ്. ഡബിൾ ത്രെഡഡ് ആണ്. പിച്ച് കൊടുത്തിരിക്കുന്നത് 2 mm തന്നെയാണ്. സോ 2 × 2 നമുക്കറിയാം 4 1 ടൈംസ് ലീഡ് അല്ലെ. ഇവിടെ 2 റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 തവണ മൂവ് ചെയ്തു. സോ 2 എന്നുള്ള എല്ലിന്റെ വാല്യൂ 2 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ നമുക്ക് പറയാം 2 × 4 എന്ന് പറയുന്നത് 8 ആണ് അല്ലെ. സോ നമുക്ക് ഉത്തരം എന്താ വരിക?
8 ആയിരിക്കും വരുന്നുണ്ടാവുക. 2 തവണ എന്ന് പറയുമ്പോൾ 24 കൊടുക്കുക, ദാറ്റ് ഈസ് 8 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ നമ്മുടെ ഉത്തരം ഡി ആണ്, 8 mm ആണ്. എല്ലാവർക്കും കിട്ടിയില്ലേ? ഡി, ഓപ്ഷൻ ഡി കിട്ടിയില്ലേ എല്ലാവർക്കും? ഓക്കെ. ഓക്കെ, ഫൈൻ. ഓക്കെ സർ, ഓക്കെ. ഓക്കെ. അപ്പൊ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ഡെപ്ത് ഓഫ്, ഇത് പ്രീവിയസ് ഇയർ റെയിൽവേ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ദ ഡെപ്ത് ഓഫ് ത്രെഡ് വേരീസ് ഫ്രം ടൈപ്പ് ടു ടൈപ്പ്. ഫ്രം ദ ഫോളോയിങ് ചൂസ് ദ ത്രെഡ് വിത്ത് മാക്സിമം ഡെപ്ത്. മാക്സിമം ഡെപ്തോട് കൂടിയിട്ടുള്ള ഒരു ത്രെഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി worm thread. യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി, worm thread തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ സി, worm thread തന്നെയാണ്. സോ ഡെപ്ത് ഓഫ് ദ ത്രെഡ് വേരീസ് ഫ്രം ടൈപ്പ് ടു ടൈപ്പ്. അപ്പോൾ അവിടെ ഏറ്റവും മാക്സിമം ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ക്വയർ ത്രെഡ്, ആക്നി ത്രെഡ്, ബട്ടർ ത്രെഡ്, ഇതിൽ ഏറ്റവും എന്താണ് കൂടുതൽ ആ ഒരു ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ത്രെഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം worm thread തന്നെയാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ മെറ്റൽ യൂസ്ഡ് ഫോർ ബെയറിംഗ് ബുഷസ്? ബെയറിംഗ് ബുഷസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമൺ മെറ്റൽ ഏതാണ്? കോപ്പർ, ഇൻഗോണൽ, Gunmetal. യെസ്, റൈറ്റ് ആൻസർ തന്നെയാണ്. ഗൺ മെറ്റൽ തന്നെയാണ്. ഓക്കെ, ഫൈൻ. ഗൺ മെറ്റൽ എന്ന് പറയുന്നത് എന്തിന്റെ കാലോയി ആണെന്ന് ഓർക്കുന്നുണ്ടോ? കോപ്പർ, ടിന്ന്, സിങ്ക്. കോപ്പർ, അതുപോലെ ടിന്ന്, അതുപോലെ തന്നെ സിങ്ക് അല്ലെ. സോ അത്തരത്തിൽ മൂന്നൂടെ ചേരുന്നതാണ് നമ്മുടെ ഗൺ മെറ്റൽ എന്ന് പറയുന്നത്. സോ ഗൺ മെറ്റൽ ഒരു ബെയറിംഗിന് നമ്മൾ യൂസ് ചെയ്യുന്ന, ബെയറിംഗ് ബുഷസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റലാണ് ഗൺ മെറ്റൽ. ഓക്കെ, സംശയമൊന്നുമില്ല, റൈറ്റ് ആൻസർ ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫ്രം ദ ഫോളോയിങ്. വിച്ച് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ടാബ് വാഷർ? ടാബ് വാഷർ, വാഷറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ടാബ് വാഷറിന്റെ പറഞ്ഞു. ഓപ്ഷൻ ഡി ലോക്കിംഗ് ദ നട്ട്. ടാബ് വാഷറിന്റെ പ്രധാനപ്പെട്ട നമുക്കറിയാം എന്താണ്, നട്ട് ഈ വൈബ്രേഷൻ കാരണം അത് എന്താണ് ലൂസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാബ് വാഷർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി തന്നെയാണ്. സോ ടാബ് വാഷർ നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന നട്ടിനെ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ളതും ഓർത്തിരിക്കാം. സോ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നത്. സർ ഡെപ്ത് കൂടുതലുള്ളത് ബട്രസ് അല്ലേ സർ? ഡെപ്ത് കൂടുതൽ അവരുടെ ആൻസർ വന്നിട്ടുള്ളത് worm thread ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടെക്സ്റ്റിൽ കിടക്കുന്ന 0.75 പിച്ചാണ് ബട്രസിന് കിടക്കുന്നത്. വാമിന് 0.68 പിച്ചാണ്. എത്രയാണ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതി ഒന്നുകൂടി. ഓ ശരി സാർ, ശരി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യാവേ. ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ട് എടുത്തിട്ടേ ഉള്ളൂ. അത് എക്സാമിന്, അവരുടെ ഓൺലൈൻ എക്സാമിന് വന്നൊരു ചോദ്യമാണ് റെയിൽവേയുടെ. ടെസ്റ്റിന് ഞാൻ നോക്കിയപ്പോൾ വാം ത്രെഡ് തന്നെ കൊടുക്കുന്നത്, പക്ഷെ ടെക്സ്റ്റിൽ മാറ്റി കിടക്കുന്ന. പരീക്ഷയ്ക്കൊക്കെ ഇങ്ങനെ ഇതാ കൊടുക്കുന്നത്, വാം ത്രെഡ് തന്നെ കൊടുക്കുന്നത്. worm thread തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ടെക്സ്റ്റിൽ വന്ന ചെറിയ മിസ്റ്റേക്ക് ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ ആ ടെക്സ്റ്റിനകത്ത് ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ കൃത്യമായിട്ടുള്ള ഡെപ്തൂടെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉത്തരം worm thread തന്നെയാണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. നോക്കുക കേട്ടോ. അപ്പൊ അതിനൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ്, ഈവൻ നമ്മളുടെ മറ്റ് പല ഡെപ്തുകളും അല്ലെങ്കിൽ വാല്യൂസിനകത്തും ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാവാനാണ് സാധ്യത. ഓക്കെ, നമുക്കൊന്ന് വെരിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഡെപ്ത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നിരുന്ന ഗൺമെറ്റൽ പറഞ്ഞു, ടാബ് വാഷറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഒരു കാൽക്കുലേഷൻ ആണ്, അതായത് നമ്മളൊരു ഗിയറുമായി ബന്ധപ്പെട്ട് എന്താണ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ് തോന്നുന്നത് അല്ലെ. സോ നോക്കി എന്താണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ദാറ്റ് ഈസ് ഡ്രൈവിംഗ് ഗിയർ ഹാസ് 20. ഓപ്ഷൻ ബി നോക്കാം. N1 T1 ഈസ് ഈക്വൽ ടു N2 T2. ബേസിക് ഇക്വേഷൻ ആണ് നമുക്കറിയാവുന്നത്. അതിനകത്ത് N1 എന്ന് പറയുന്നത് ഡ്രൈവിംഗ് കൺസിഡർ ചെയ്യുക. സോ ഡ്രൈവിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടീത്ത് 20 വിത്ത് റൊട്ടേറ്റ് 100. അപ്പൊ 100 × 20 ഈസ് ഈക്വൽ ടു കാൽക്കുലേഷൻ ഡ്രിവൺ ഗിയർ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം. N2 കണ്ടുപിടിക്കണം. N2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു കറസ്പോണ്ടിങ് 40 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. സോ ഒന്നുമില്ല, താഴെ കൊണ്ടുവരാം അല്ലെ. 40. ഓക്കെ, അപ്പൊ എത്രയാണ് 2 അല്ലെ. 50 ആണ് ഉത്തരം വരുന്നുണ്ടാവുക. എല്ലാവർക്കും കിട്ടിയോ? 50 RPM അല്ലെ ഉത്തരം വന്നിട്ടുള്ളത്. പ്രീവിയസ് ഇയർ റെയിൽവേ എക്സാമിന് ചോദിച്ച ഒരു ഓൺലൈൻ എക്സാമിന് ചോദിച്ചൊരു ബേസിക് ചോദ്യമാണ്. ആ 50 RPM ആണ് ഉത്തരം വരുന്നുണ്ടാവുക. ബേസിക് ഇക്വേഷൻ എത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ N1 by N2 is equal to T2 by T1. ഏതെങ്കിലും രീതിയിൽ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. പ്രതീക്ഷിക്കാവോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ? പിന്നെന്താ ഈ രീതിയിലുള്ള നമ്മുടെ ITA ലെവല് ഒരു എക്സാം ചോദിച്ചിട്ടുള്ളതല്ലേ. ഈ ലീഡ്, പിച്ച്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള മൊഡ്യൂള് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബേസിക് കാൽക്കുലേഷൻ ഒക്കെ ITA ലെവൽ എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്.
അല്ലെങ്കിൽ സ്ക്രൂ ഗേജ്, നമ്മളുടെ വെർണിയറുമായി ബന്ധപ്പെട്ടുള്ള ഇതുപോലെ ചെറിയ ചെറിയ എന്താണ് ചെറിയ ചെറിയ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ നമ്മൾ IT ലെവൽ എക്സാമുകൾക്കും നമുക്ക് കാണാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞോളൂ. റീമർ റീമറിൻ്റെതും ഇതുപോലൊക്കെ തന്നെ കട്ടിംഗ് സ്പീഡ് കണ്ടുപിടിക്കുക, റീമറിന്റെ ഡ്രില്ലിംഗ് ഡയമീറ്റർ കണ്ടുപിടിക്കുക, ഹോളിന്റെ ഡെപ്ത് ഡയമീറ്റർ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയുള്ള എല്ലാ കുറേയധികം ചോദ്യം വരത്തില്ല, 1-2 ചോദ്യം മാക്സിമം. നമ്മളുടെ ഒരു 100 ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 മാക്സിമം IT ലെവലുകളിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും 1-2 കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി പോകരുത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഡെപ്തിലൊന്നും പോവില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു മേഖലയിൽ നിന്നാണ് കട്ടിംഗ് സ്പീഡ്, ഇത്തരത്തിലുള്ള ഡ്രിൽ ഗിയറുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ്, അതുപോലെ തന്നെ റീമറുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അത്തരത്തിലുള്ള പ്രോബ്ലംസ്, ദെൻ ടോളറൻസ്, എന്താണ് ടോളറൻസ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ക്വസ്റ്റ്യൻസ്, ഓക്കെ, അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഒരു കാൽക്കുലേഷൻ ലെവലിലേക്ക് IT എക്സാംസുകൾക്ക് കൂടുതലും കണ്ടിട്ടുള്ള ഏരിയ. ഓക്കെ, അത് കൃത്യമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം കേട്ടോ. മറ്റൊരു ചോദ്യവും ഇതുപോലെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫൈൻഡ് ദ കോണിസിറ്റി ഓഫ്, that is conicity value K of the shaft having maximum diameter D and small diameter 80 having a length 1 centimeter. കോണിസിറ്റി ഉണ്ട്, ടേപ്പറുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയാണ്. ഓപ്ഷൻ ബി തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാവാത്തത് നോക്കി. ഇവിടെ നമുക്ക് കോണിസിറ്റി, നമ്മൾ ടേപ്പർ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കോണിസിറ്റി കൂടുതലും, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ടേപ്പർ ടേണിംഗ് മെത്തേഡ്, നമ്മുടെ ആ ഒരു ലെയ്ത്തുമായി ബന്ധപ്പെട്ടും ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ D - D ഡിവൈഡ് ബൈ L, ഇതാണ് നമ്മളുടെ കോണിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ K എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. D - D ഡിവൈഡ് ബൈ L. ഇവിടെ ക്യാപിറ്റൽ D കൊടുത്തിരിക്കുന്നത് 90 mm ആണ്, മൈനസ് സ്മോൾ d കൊടുത്തിരിക്കുന്നത് 80 mm ആണ്, ഡിവൈഡ് ബൈ ലെങ്ത് കൊടുത്തിരിക്കുന്നത് 1 സെന്റിമീറ്റർ ആണ്, അതായത് 10 mm ആണ്. അപ്പോൾ ഒന്നുമില്ല, 90 - 80 പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 10 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് 1. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഡയറക്റ്റ് നമുക്ക് കിട്ടും. അത് ശ്രദ്ധിക്കുക, ഇവിടെ 1 സെന്റിമീറ്റർ എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, ഡിവൈഡ് ബൈ 1 ചെയ്യരുത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉത്തരം നമുക്ക് വരുന്നുണ്ടാവുക 10 ആണ്. അപ്പൊ ആ 10 തൊട്ട് താഴെയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഇതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് പ്രീവിയസ് ഇയർ അല്ല, ഇത് നമ്മുടെ ഒരു റെയിൽവേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, IT ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫിറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ടേപ്പർ ടേണിംഗുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ ഒരു D - D / 2 ടൈംസ് L വരുന്നുണ്ടാവുക. ടേപ്പർ ടേണിംഗ് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്ലിയർ അല്ലേ? സോ അത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഗിയർ വീൽ ഹാസ് 42 ടീത്ത് ആൻഡ് 3 mm മോഡ്യൂൾ. പിച്ച് ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഇവിടെ നോക്കി, ഓപ്ഷൻ സി 126. സംശയമൊന്നും വേണ്ട, 126 തന്നെയാണ്. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ഇവിടെ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ D/T ആണ്. T എന്ന് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് ടീത്ത്, D എന്ന് ഉദ്ദേശിക്കുന്ന പിച്ച് ഡയമീറ്റർ. അപ്പൊ മോഡ്യൂൾ തന്നിട്ടുണ്ട് 3 mm അല്ലെ, നമുക്ക് D ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ടീത്ത് 42 തന്നിട്ടുണ്ട്. സോ D is equal to എന്താണ്? D is equal to 42 × 3 അല്ലെ, എത്ര വരും? 126 mm. സോ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ആ ഒരു പിച്ച് ഡയമീറ്റർ എന്താണെന്നൊക്കെ ഉള്ള ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. മോഡ്യൂളിന്റെ ആ ഒരു ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും. സോ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് പോലും വേണ്ട, 126 നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ അത് വളരെ ബേസിക് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. നമ്മളുടെ ഒരു ഈ മൊഡ്യൂൾ 5-6 മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കാൽക്കുലേഷൻ, വളരെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ മനസ്സിലാക്കുക. ഓക്കെ, സോ മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ചോദ്യം ഇതാണ്: hydrodynamic bearing are journal bearings with a thin film of dash between the spindle and journal. ഇത്തരത്തിലുള്ള ഹൈഡ്രോഡൈനാമിക് ബെയർ ഒരു ടൈപ്പ് ഓഫ് ജേർണൽ ബെയറിംഗ് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു സ്ലീവിനുള്ളിലേക്ക് നമുക്കറിയാം, ഇത്തരത്തിലുള്ള സ്ലീവിനുള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ആ ഒരു ഷാഫ്റ്റ് അല്ലെ, ഷാഫ്റ്റ് ഇരിക്കുന്നുണ്ടാവും. സോ അത്തരത്തിലുള്ള ഒരു ബെയറിംഗ് ആണ് നമ്മുടെ ആ ഒരു സ്ലീവ് ബെയറിംഗ്. അല്ലെങ്കിൽ എന്താണ്, ഏതായിരിക്കും വരുന്നുണ്ടാവുക? എയർ ആണോ, ഓയിൽ ആണോ, ബോൾ ആണോ, ഗ്രീസ് ആണോ? ഓയിൽ.
ഓയിലാണ്. സംശയമൊന്നും വേണ്ട, ഇതും ഓയിലാണ് ഉത്തരം വരും കേട്ടോ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓയിലാണ്. അപ്പം അവിടെ ഓയിൽ ഫിലിം ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ ഫിലിം എന്ന് നോക്കുമ്പോൾ ഓർത്തിരുന്നാൽ മതി, അതായത് തിൻ ഫിലിം ഓഫ് ഓയിൽ തന്നെയാണ്. സംശയമൊന്നും വേണ്ട, തിൻ ഫിലിം ഓഫ് ഓയിൽ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. അപ്പൊ ഇത്തരത്തിൽ ഹൈഡ്രോഡൈനാമിക് ബെയറിംഗ് അല്ലെങ്കിൽ ജേർണൽ ബെയറിംഗിൽ എന്താണ് തിൻ ഫിലിം ഓഫ് ഓയിൽ ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സ്പിൻഡിലിനും ജേർണലിനും ഇടയിൽ അല്ലെ, സ്പിൻഡിലിനും ജേർണലിനും ഇടയിലായിട്ട്. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഏരിയ. ഓക്കെ, പ്രധാനമായിട്ട് പവർ ട്രാൻസ്മിഷൻ ആയിരുന്നു ആ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിനകത്ത് കൂടുതലും നമ്മളുടെ ആ ഒരു ബേസിക് ത്രെഡ്, സ്ക്രൂസ്, വാഷർ, അതിനുശേഷം നമ്മുടെ പവർ ട്രാൻസ്മിഷൻ ബന്ധപ്പെട്ട് നമ്മുടെ ഗിയർ, ബെൽറ്റ്, കപ്ലിങ്സ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു മൊഡ്യൂളിലേക്ക് നമുക്ക് പോകാം. 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ്. സോ ഹീറ്റ് ട്രീറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കഷനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മാക്സിമം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ് മറ്റൊരു ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട മറ്റു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി അയൺ ഓർ? അയൺ ഓറിനകത്ത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഏതാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി അയൺ ഓർ നമുക്ക് കിട്ടുന്നുണ്ടാവുക ഓപ്ഷൻ ബി തന്നെയാണ്, മാഗ്നറ്റൈറ്റ് ആണ്. മാഗ്നറ്റൈറ്റ് ആണ് അല്ലെ, ഓപ്ഷൻ ബി തന്നെ, മാഗ്നറ്റൈറ്റ് തന്നെയാണ്. സോ അയൺ ഓക്സൈഡ് ഇത്തരത്തിൽ എന്താണ് Fe3O4 എന്ന നിലയായിരിക്കും നമുക്ക് കാണപ്പെടുന്നുണ്ടാവുക. ബ്ലാക്ക് അയൺ ഓക്സൈഡ് ഓഫ് അയൺ എന്നറിയപ്പെടുന്നു. ശ്രദ്ധിക്കുക, മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് അയൺ ഓക്സൈഡ് ഓഫ് അയൺ എന്നറിയപ്പെടുന്നു. ഏറ്റവും ഫൈനസ്റ്റ് ഓർ എമംഗ് ഓൾ ദ ഏറ്റവും ഫൈൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഓറും ഇത് തന്നെയാണ്, മാഗ്നറ്റൈറ്റ് ആണ്. റിച്ചസ്റ്റ് അയൺ ഓർ എന്ന് പറയുന്നതും മാഗ്നറ്റൈറ്റ് തന്നെയാണ്. അപ്പോൾ അയൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. സോ അയണിന്റെ ബേസിക് ആയിട്ടുള്ള ഓറുകൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമനൈറ്റ്, സിഡറൈറ്റ്, പൈറൈറ്റ്, അങ്ങനെ നിരവധി ഓറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിനകത്ത് ഏറ്റവും ഫൈൻ ആയിട്ടുള്ളതും ബ്ലാക്ക് ഓക്സൈഡ് എന്നറിയപ്പെടുന്നതും റിച്ചസ്റ്റ് ആയിട്ടുള്ള അയണോറും എന്ത് തന്നെയാണ്, മാഗ്നറ്റൈറ്റ് തന്നെയാണെന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി തന്നെയാണ്, മാഗ്നറ്റൈറ്റ് ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. Iron ore is usually found in the form of oxide, hematite. സംശയമൊന്നും വേണ്ട. അയൺ ഓർ എല്ലാ ഓറുകളും ഇത്തരത്തിൽ അയൺ ഓറുകളെല്ലാം ഓക്സൈഡ് ഫോമിലായിരിക്കും നമുക്ക് കാണപ്പെടുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The hot blast is forced into the furnace through a number of nozzles. അതായത് ഫർണസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ടയേഴ്സ് തന്നെയാണ്. അപ്പൊ ഇത്തരത്തില് നമുക്കറിയാം എല്ലാ ഫർണസുകളിലും ഇത്തരത്തിലുള്ള എന്താണ് നോസിൽ കൊടുത്തിട്ടുണ്ടാവും. അതിലൂടെ ബ്ലാസ്റ്റ് ഹോട്ട് എയർ ഒക്കെ കടന്നു പോകുന്നുണ്ടാകും. അത് ടയേഴ്സിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. അപ്പൊ ടാപ്പ് ഹോൾ എന്ന് പറഞ്ഞാൽ അതിനുശേഷം നമ്മുടെ ആ സ്ലാഗ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാപ്പ് ഹോൾ ഉണ്ടാവും. ബാരൽ എന്ന് പറയുന്നത് ആ ഒരു പാരലായിട്ടുള്ള പോർഷനെ വിളിക്കുന്നവരാണ് ബാരൽ. സ്റ്റാക്കും അതുപോലെ തന്നെ ആ ഒരു പോർഷനെ വിളിക്കുന്നവരാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ടെമ്പറേച്ചർ ഓഫ് ദ ഫർണസ് ജസ്റ്റ് എബോവ് ദ ലെവൽ ഓഫ് ടയേഴ്സ് ഈസ് ബിറ്റ്വീൻ. നമ്മുടെ ആ ഒരു കാസ്റ്റ് അയൺ നമ്മൾ എന്താണ് അല്ലെങ്കിൽ കാസ്റ്റ് അയൺ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇത്തരത്തില് ആ ഒരു ഇവിടെ നോക്കി ആ ടയേഴ്സിന്റെ അല്ലെങ്കിൽ മെൽറ്റിംഗ് സോണിന് മുകളിലായിട്ട് നമ്മൾ കാണപ്പെടുന്ന ആ ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ ബി തന്നെയാണ്, 1000 to 1700 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ആ ഒരു 1000 to 1700 തന്നെയാണ് അല്ലെ, 1000 to 1700 തന്നെയാണ്. അപ്പൊ ബ്ലാസ്റ്റ് ഫർണസിൽ അല്ലെ, ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ അയൺ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെ, ആ ബ്ലാസ്റ്റ് ഫർണസിനകത്ത് നമ്മൾ ആ ടയേഴ്സ് എന്ന് പറയുന്നത് അറിയാം ഇത്തരത്തിലുള്ള കറസ്പോണ്ടിങ് കംപ്രസ്ഡ് അല്ലെങ്കിൽ ഹോട്ട് എയർ പാസ് ചെയ്യുന്ന ആ ഒരു നോസിനെ വിളിക്കുന്ന പേരാണ് ടയേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ടയേഴ്സിൽ തൊട്ട് മുകളിലായിട്ടായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മെൽറ്റിംഗ് സോൺ എന്ന് പറയും. എയറിന്റെ സഹായത്തോടുകൂടി ആയിരിക്കും അത് കത്തുന്നുണ്ടാവുക. അപ്പൊ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ആ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 1000 to 1700 ഡിഗ്രി സെൽഷ്യസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓർത്തിരിക്കാം. ഓക്കെ, എബോവ് ദ ടയേഴ്സ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ബേണിംഗ് സോൺ ഓഫ് ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിന്റെ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസിന്റെ ബേണിംഗ് സോൺ എന്നറിയപ്പെടുന്നത് ഏതാ? ബേണിംഗ് സോൺ സ്റ്റാക്ക്, ബോഷ്, യെസ് ഓപ്ഷൻ ബി തന്നെയാണ്, ബോഷ് ആണ് കേട്ടോ, ബോഷ് ആണ്, സംശയമൊന്നും വേണ്ട. ബേണിംഗ് സോൺ ഓഫ് ബ്ലാസ്റ്റ് ഫർണസ് എന്നറിയപ്പെടുന്നത് ബോഷ് ആണ്. ഓക്കെ, അപ്പോ ബോഷ് എന്ന് പറയുന്ന ഏരിയ ദാറ്റ് ഈസ് ബേണിംഗ് സോൺ ഓഫ് ബ്ലാസ്റ്റ് ഫർണസ്. അപ്പൊ ബോഷ് എന്ന് പറയുന്ന ഏരിയ എന്താണ്? ഇതാണ് ആ ഒരു ബോഷ് എന്ന് പറയുന്ന ഏരിയ കേട്ടോ. അതായത് ഈ പറയുന്ന ബേണിംഗ് സോൺ കത്തുന്ന ഏരിയനെ വിളിക്കുന്ന പേരാണ് ബോഷ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, കത്തിക്കഴിഞ്ഞ് താഴെയുള്ള പോർഷനാണ് നമ്മുടെ ആ ഒരു ഹെർത്ത് എന്ന് പറയുന്ന പോർഷൻ. അവിടെയാണ് നമ്മുടെ മോൾട്ടൺ അയണും അതുപോലെ ടാപ്പിംഗ് ഹോളൊക്കെ ഉണ്ടാവും, അതിലൂടെ പുറത്തേക്ക് നമ്മൾ എടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ബേണിംഗ് സോൺ അറിയപ്പെടുന്നത് ബോഷ് ആണ് എന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ.
ടയേഴ്സ് നോസിൽ ഫോർ ബ്ലാസ്റ്റ് എയർ ആണ്, സംശയമൊന്നുമില്ല. ഹെർത്ത് അല്ലെങ്കിൽ ക്രൂസിബിൾ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് പോർട്ട് ഓഫ് ഫർണസ് ആണ്. അവിടെ നമ്മൾ സ്ലാഗും മോൾട്ടൺ അയണും ഒക്കെ കളക്ട് ചെയ്യുന്ന ഏരിയ ആണ് ഹെർത്ത് അല്ലെങ്കിൽ ക്രൂസിബിൾ എന്ന് പറയുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഫീഡിംഗ് സോൺ ഓഫ് ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിന്റെ ഫീഡിംഗ് സോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? ഓപ്ഷൻ റൈറ്റ് ആൻസർ ആണ്, ത്രോട്ട് തന്നെയാണ്. ഫീഡിംഗ് സോൺ എന്നറിയപ്പെടുന്നത് ത്രോട്ട് ആണ്. ഡബിൾ ബെൽ മെക്കാനിസം അതുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരിക്കുക അല്ലെ, ഡബിൾ ബെൽ മെക്കാനിസം. സോ ഇവിടെ ഡബിൾ ബെൽ മെക്കാനിസം ഉണ്ട്, അത് ഫീഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഡബിൾ ബെൽ മെക്കാനിസം. അപ്പം ഡബിൾ ബെൽ മെക്കാനിസം കൂടി ഓർത്തിരിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. മോണൽ മെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ്. മോണൽ നിക്കൽ ആൻഡ് കോപ്പർ. കോപ്പർ, ക്രോമിയം. ഓപ്ഷൻ എ, സംശയമൊന്നും വേണ്ട. മോണൽ മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ നിക്കൽ അല്ലെങ്കിൽ നിക്കൽ ആൻഡ് കോപ്പർ ആണ് അലോയ് എന്നുള്ളത് ഓർത്തിരിക്കുക അല്ലെ. സോ മോണൽ മെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ് നിക്കൽ, കോപ്പർ ആൻഡ് അതർ 5% അതർ മെറ്റലിലേക്ക് അയൺ അല്ലെങ്കിൽ മാംഗനീസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ മോണൽ മെറ്റൽ എന്ന് പറയുന്നത് നിക്കലും കോപ്പറിന്റെയും പ്രധാനപ്പെട്ട ഒരു അലോയാണ് മോണൽ മെറ്റൽ എന്ന് പറയുന്നുണ്ടാവുക കേട്ടോ. മറ്റൊരു ചോദ്യം. കാസ്റ്റ് അയൺ ഈസ് ബ്രിട്ടിൽ, ഇലാസ്റ്റിക്, ഡക്ടൈൽ, നൺ ഓഫ് ദി. ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ എ ബ്രിട്ടിൽ. ബ്രിട്ടിൽ. ബ്രിട്ടിൽ മെറ്റൽ. കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് സംശയമൊന്നും വേണ്ട. കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ബ്രിട്ടിൽ മെറ്റൽ, നിലത്തിട്ടാല് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു മെറ്റലാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, സംശയമൊന്നും വേണ്ട. കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ബ്രിട്ടിൽ മെറ്റലാണ്. മറ്റൊരു ചോദ്യം. ദ ഫർണസ് യൂസ്ഡ് ടു റീമെൽറ്റിംഗ് പിഗ് അയൺ വിത്ത് കോക്ക് ആൻഡ് ലൈംസ്റ്റോൺ ടു പ്രൊഡ്യൂസ് കാസ്റ്റ് അയൺ. അപ്പോ ഈ പറഞ്ഞ പിഗ് അയണിനെ നമ്മൾ കോക്കിന്റെയും ലൈംസ്റ്റോണിന്റെയും സഹായത്തോടെ കൂടി ഏതായിരിക്കും കാസ്റ്റ് അയൺ നിർമ്മിക്കുന്ന ഫർണസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ബ്ലാസ്റ്റ് ഫർണസ്, പടി ഫർണസ്, കുപ്പോള ഫർണസ്. ഓപ്ഷൻ സി തന്നെയാണ്. അങ്ങനെയാണ് ഈ ബ്ലാസ്റ്റ് ഫർണസ് ഏതായിരുന്നു? പിഗ് അയൺ. പിഗ് അയൺ ആണ് ബ്ലാസ്റ്റ്. അപ്പൊ നമ്മൾ തൊട്ടു മുന്നേ കണ്ട ചോദ്യങ്ങളെല്ലാം ബ്ലാസ്റ്റ് ഫർണസുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ വന്ന ചോദ്യം കുപ്പോള ഫർണസ്, കാസ്റ്റ് അയൺ. പടിൽ ഫർണസ് ഏതായിരിക്കും? ഓക്കെ, സംശയം. കിലനൊക്കെ ഉദ്ദേശിക്കുന്നത് സാധാരണ കിലൻ എന്നൊക്കെ പറഞ്ഞ സിമെന്റ് മാനുഫാക്ചറിംഗുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള കിലൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇത്തരത്തില് പടിൽ ഫർണസ്, റോട്ടയൺ എന്നുള്ളത് ഓർക്കുക. മറ്റൊരു ചോദ്യം. വിച്ച് എലമെന്റ് ഈസ് ഇൻക്രീസസ് ദ ഫ്ലൂയിഡിറ്റി ഓഫ് കാസ്റ്റ് അയൺ? ഓപ്ഷൻ ഡി. ഫോസ്ഫറസ്. യെസ്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഓർത്തിരിക്കാം. ഫ്ലൂയിഡിറ്റി ഓഫ് കാസ്റ്റ് അയൺ, മാംഗനീസ്, സൾഫർ, കാർബൺ, ഫോസ്ഫറസ്. അപ്പൊ ഫോസ്ഫറസ് ആണ് നമ്മുടെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫോസ്ഫറസ് ആണ്. മറ്റൊരു ചോദ്യം. നോഡുലാർ കാസ്റ്റ് അയൺ ഈസ് ഓൾസോ നോൺ as. നോഡുലാർ കാസ്റ്റ് അയൺ ഈസ് ഓൾസോ ഓൾ ഓഫ് ദി അബോ തന്നെയാണ്. നോഡുലാർ അയൺ എന്നറിയപ്പെടുന്നു, ഡക്ടൈൽ അയൺ എന്നറിയപ്പെടുന്നു, സ്പിറോയിഡൽ, ഗ്രാഫൈറ്റ് ആണ് എന്നറിയപ്പെടുന്നു. അപ്പം ഈ പറഞ്ഞ ഇതിൽ മൂന്നും അത് തന്നെയാണ്. സോ ഓൾ ഓഫ് ദി അബോ ആണ് ഉത്തരം വരുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോ. നോഡുലാർ കാസ്റ്റ് അയൺ വിളിക്കുന്ന മറ്റു പേരുകളാണ് ഡക്ടൈൽ അയൺ അല്ലെങ്കിൽ നോഡുലാർ അയൺ, സ്പിറോയിഡൽ, ഗ്രാഫൈറ്റ് അയൺ എന്നൊക്കെ പറയുന്നത്. സോ ഗ്രാഫൈറ്റ് ഈസ് ഫോംഡ് ആസ് എ നോഡ്യൂൾസ് ഓർ സ്പിയർ ലൈക്ക് പാർട്ടിക്കിൾ ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലേക്സ്. ഇത്തരത്തിൽ നോഡ്യൂൾസ് അല്ലെങ്കിൽ സ്പിയർ ലൈക്ക് പാർട്ടിക്കിൾ ആയിട്ട് നമ്മൾ ഗ്രാഫൈറ്റ് കാണപ്പെടുന്നുണ്ടാകും. സോ അതുകൊണ്ടാണ് നമ്മൾ നോഡുലാർ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം. വിച്ച് എലമെന്റ് ഈസ് ആഡഡ് ടു ഗ്രേ കാസ്റ്റ് അയൺ ടു കൺവേർട്ട് ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ഇൻ ടു സ്പെറിക്കൽ ഫോം? ഇപ്പൊ തൊട്ട് മുന്നേ പഠിച്ചതുപോലെ നോഡുലാർ അയണിനകത്ത് ആ ഗ്രാഫൈറ്റിനെ സ്പെറിക്കൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് എലമെന്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? മാംഗനീസ്, സൾഫർ, സിലിക്കൺ, ഫോസ്ഫറസ്. ഏതായിരിക്കും വരുന്നത്? സിലിക്കൺ. ഇവിടെ ശ്രദ്ധിക്കാം, മാംഗനീസ് ആണ് കേട്ടോ. മാംഗനീസ് ആണ് അല്ലെങ്കിൽ സെറിയ അല്ലെങ്കിൽ മാംഗനീസ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അല്ല, മഗ്നീഷ്യം. മാംഗനീസ് അല്ല, മഗ്നീഷ്യം. അതെ, മഗ്നീഷ്യം. ഓപ്ഷൻ എ മഗ്നീഷ്യം തന്നെയാണ്. സോ മഗ്നീഷ്യം അതുപോലെ തന്നെ സെറിയോ ആണ് നമ്മൾ സാധാരണ ഇത്തരത്തില് ഗ്രേ കാസ്റ്റ് അയണിനകത്ത് നമ്മുടെ ഗ്രാഫൈറ്റ് ഫോമിനെ സ്പെറിക്കൽ ഫോമിലേക്ക് മാറ്റാൻ നമ്മളെ സഹായിക്കുന്നുണ്ടാവുക. സോ അത് പോയിന്റ് ഓർത്തിരിക്കാം. ബൈ ആഡിങ് മഗ്നീഷ്യം ആൻഡ് സെറിയം to the gray cast iron to convert graphite flakes into spherical form. അപ്പൊ ഇത്തരത്തിൽ ഗ്രാഫൈറ്റ് ഫ്ലേക്സിനെ സ്പെറിക്കൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? മഗ്നീഷ്യവും അതുപോലെ തന്നെ സെറിയം ആണെന്നുള്ളതും ഓർത്തിരിക്കാം. അപ്പൊ ഈ പറയുന്ന രീതിയിൽ സ്പെറിക്കൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ആ ഒരു മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും അല്ലെ. നമ്മുടെ ഒരു മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ഫൈൻ. സോ അത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം. വിച്ച് മെറ്റീരിയൽ ഈസ് വെൽഡബിൾ ബട്ട് ബേസ് മെറ്റൽ നീഡ്സ് പ്രീ ഹീറ്റിംഗ്? പ്രീ ഹീറ്റിംഗ് വേണ്ടുന്ന ഏതാണ്? കാസ്റ്റ് അയണിനകത്തല്ലേ നമ്മൾ ഈ പറയുന്ന രീതിയിൽ പ്രീ ഹീറ്റിംഗ് നമുക്ക് വേണ്ടുന്നത്?
അതെ ഗ്രേ കാസ്റ്റ് ആൻസർ. യെസ്, അപ്പൊ ഗ്രേ കാസ്റ്റ് ആണ്. അപ്പൊ ഗ്രേ കാസ്റ്റ് നമ്മൾ എപ്പോഴും വെൽഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊരു ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സോ പറഞ്ഞോളൂ. ഷീറ്റ് മെറ്റലിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതെ ഷീറ്റ് മെറ്റലിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഗ്രേ കാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, പ്രീ ഹീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ഫർണസ് Option which A, is used to producing wrought iron. സംശയമൊന്നുമില്ല, റോട്ടിൽ ദാറ്റ് ഈസ് പടിൽ ഫർണസ് തന്നെയാണ്, റോട്ട് തന്നെയാണ്. സോ ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി കണ്ട ഫർണസുകളാണ്, സംശയമൊന്നും വേണ്ട. അത് കാർബൺ കണ്ടന്റ് ഓഫ് റോട്ട് അയണിനകത്തുള്ള കാർബൺ കണ്ടന്റ് ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ഓപ്ഷൻ എ തന്നെയാണ്. 0.02 ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 0.02 to 0.03%. അപ്പം വളരെ നമുക്കറിയാം കാർബൺ കണ്ടന്റ് ഏറ്റവും കുറവായിട്ടുള്ളതും ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് അയണും റോട്ട് അയൺ തന്നെയാണ്. വളരെ ടഫ്നെസ് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കാർബൺ, ഇത്തരത്തിലുള്ള റോട്ട് അയൺ എന്ന് പറയുന്നത്. സോ 0.02 to 0.03% ആണ് കാർബൺ കണ്ടന്റ് വരുന്നുണ്ടാവുക. സോ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ഫൈബർ സ്ട്രക്ചർ ആണ്. അതുപോലെ തന്നെ ഒരു 0.02 to 0.03% ആണ് കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, സഡൻ ഷോക്കുകൾ വിസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ടഫ്നെസ് വളരെ പറയുന്നത് നമ്മളുടെ ക്രെയിൻ ഹൂക്സുകളൊക്കെ ഇത്തരത്തിലുള്ള റോട്ട് അയൺ കൊണ്ട് നിർമ്മിക്കാറുണ്ടെന്നുള്ളതും ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ടേം നമ്മൾ റിവർബറേറ്ററി ഫർണസ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ റിവർബറേറ്ററി എന്നുള്ള ആ ഒരു വേർഡ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചാർജ് നോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് ഓർ ചാർജ് കോണ്ടാക്ട് വിത്ത് ഓർ ചാർജ് നോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് ഓർ ബി അല്ലേ? ഓപ്ഷൻ ബി. ചാർജ് നോട്ട് ഇൻ ഓപ്ഷൻ ബി. യെസ്, റൈറ്റ് ആൻസർ തന്നെയാണ്, ഓപ്ഷൻ ബി തന്നെയാണ്. ചാർജ് അവിടെ ഫയറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നുണ്ടാവില്ല. സോ അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ നമ്മൾ ഫയർ കൊടുക്കുന്നുണ്ടാവും, ഫയർ ഇതുവഴി ഇങ്ങനെ നമ്മൾ ആ ഒരു ഷേപ്പിലൂടെ കടത്തി ഇങ്ങനെ വിടുന്നുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ പോകുന്ന ഫയറിന്റെ ചൂട് കാരണമാണ് ഇത്തരത്തിൽ അവിടെ. അപ്പൊ അത്തരത്തില് എന്താണ് ഡയറക്റ്റ് ആ ഒരു നമ്മൾ ഇതിന്റെ അടിയിലായിട്ട് നമ്മൾ ചൂട് കൊടുക്കുന്നില്ല. എന്താണ് ചൂട് എയർ അല്ലെങ്കിൽ എയറിന്റെ സഹായത്തോടുകൂടി ആയിരിക്കും അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ. അപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ അപ്ലൈഡ് ബിക്കോസ് ചാർജ് ഈസ് നോട്ട് ഇൻ ആക്ച്വൽ. ചാർജ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ കൊടുക്കുന്ന ഓറിന്റെ പോർഷൻ ആണ്. ഇത്തരത്തിലുള്ള ആ ഒരു ചാർജ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും ഹെർത്തില്. അപ്പൊ അവിടെ ാവില്ല. സോ അതുകൊണ്ടാണ് റിവർബറേറ്ററി എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത്തരത്തില് പഡ്ലിംഗ് ഫർണസിൽ നമ്മൾ റിവർബറേറ്ററി ഫർണസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് റോട്ട് അയൺ മാനുഫാക്ചർ ചെയ്യുന്ന പഡ്ലിംഗ് ഫർണസ് എന്ന് പറയുന്നത് ഒരു കോൾ ഫയേർഡ് റിവർബറേറ്ററി ഫർണസ് ആണ്. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം, പഡ്ലിംഗ് ഫർണസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഫർണസ് ആണ്? ഒരു റിവർബറേറ്ററി ഫർണസ് ആണെന്നുള്ളത് കൂടി ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് റോട്ട് അയൺ 350. ഓപ്ഷൻ എ തന്നെയാണ്, സംശയമൊന്നും വേണ്ട, ഓർത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. നമ്മുടെ റോട്ട് അയണിന്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 350 Nm² തന്നെയാണ്. ഈ ഒരു പോയിന്റ് പ്രോപ്പർട്ടീസ് ഓഫ് റോട്ട് അയണുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് അബൌട്ട് 350 Nm² എന്നുള്ള ഒരു വേർഡ് അവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു റേഞ്ച് ഈസി ടു ഫോർജ് വൈഡ് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ഫോർജിങ് ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് റോട്ട് അയൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അത്തരത്തിൽ അത് ഫോർജിങ് എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു ചോദ്യം വരാം. ഇത്തരത്തിൽ റോട്ട് അയണിന്റെ ഒരു ഫോർജിങ് ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 850 to 135. അത് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് പോയിന്റുകളാണ് പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്നും മനസ്സിലാക്കേണ്ട രണ്ട് പോയിന്റുകൾ. ഓക്കെ, ഫൈൻ. ക്ലിയർ ആണ് വിചാരിച്ചു. Material obtained at the end of shingling process. ആ ഷിംഗ്ലിംഗ് പ്രോസസ്സിന്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ കിട്ടുന്ന എന്താണ്? ഫ്ലക്സ്, സ്ലാഗ്, ബ്ലൂം, ഫ്യൂസ്. ഏതായിരിക്കും? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. യെസ്, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഓപ്ഷൻ സി തന്നെയാണ്. ബ്ലൂംസ് ആണ് നമുക്ക് എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ഷിംഗ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്. ഈ ഷിംഗ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ എവിടെയാണ് പഠിക്കേണ്ടത്? നമ്മളുടെ ആ ഒരു ഫർണസിലാണ് ഇത്തരത്തിലുള്ള ആ ഒരു പ്രോസസ്സിംഗ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ റിഫൈനിങ്, അതുപോലെ തന്നെ പഡ്ലിംഗ്, ഷിംഗ്ലിംഗ്, റോളിംഗ്, ഈ ഒരു പ്രോസസ്സിലൂടെയാണ് അത്
ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പടിൽ ബോൾസുകളെ നമ്മൾ സ്ക്യൂസ് ചെയ്തുകൊണ്ട് എന്താണ് നമ്മൾ ബ്ലൂംസ് ആക്കി മാറ്റുന്നുണ്ടാകും. ഇതിനെയാണ് നമ്മൾ ഷിംഗ്ലിംഗ് എന്ന് പറയുന്നുണ്ടാവുക. ഷിംഗ്ലിംഗ് എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. ഈ പടിൽ ബോൾസുകളെ പഡ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ എന്താണ് ഇത്തരത്തിൽ സ്റ്റിർ ചെയ്ത് പടിൽ ബോളുകളാക്കി മാറ്റുന്നുണ്ടാകും. ഈ പടിൽ ബോളുകളെ നമ്മൾ സ്ക്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്ലൂംസ് ആക്കി മാറ്റുന്നുണ്ടാകും. ഈ ബ്ലൂംസിനെ റോളിങ്ങിലൂടെ കടത്തി വിട്ടുകൊണ്ട് നമ്മൾ ബാറുകളാക്കി മാറ്റുന്നുണ്ടാകും. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നടക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ഈ റോട്ടയന്റെ ബാറൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ആദ്യം റിഫൈൻ ചെയ്തിട്ടുള്ള പിഗ് അയൺ നമ്മളുടെ ആ ഒരു ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്നത് ഡയറക്ട്ലി നമ്മൾ ഇങ്ങോട്ട് നമ്മൾ നന്നായിട്ട് സ്റ്റിർ ചെയ്യും, നന്നായിട്ട് ഇളക്കും, ഇളക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിന് റോട്ടയത്തില് പഡിൽസുകളാക്കി മാറ്റുന്നുണ്ടാവും. ഉദ്ദേശിക്കുന്നത് ഈ പഡിൽസുകളെ പഡിൽ ബോളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഷിംഗ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടത്തിവിടും. ഷിംഗ്ലിംഗ് എന്ന് പറയുമ്പോൾ അതിനെ സ്ക്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിനെ മുകളിലേക്ക് മാറ്റും. ആ ഒരു ബ്ലൂംസിനെ നമ്മൾ എന്ത് ചെയ്യും, റോളിങ്ങിലൂടെ കടത്തി വിട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള പടിൽ ബാറുകളാക്കി എന്ത് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ബാറുകളാക്കി. ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട 3 ഓപ്പറേഷൻസുകൾ ആ ഒരു റിവർബറേറ്ററി ഫർണസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിൽ ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ്. സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ് ഏതായിരിക്കും? വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ. അയൺ ആൻഡ് കാർബൺ. നിക്കൽ ക്രോമിയം. അയൺ ആൻഡ് കാർബൺ അല്ലേ? നിക്കൽ ക്രോമിയം. അങ്ങനെ ഒരു കാർബൺ, വളരെ കാർബൺ. അയൺ കാർബൺ. ഓക്കെ, ശ്രദ്ധിക്കുക, അയണും കാർബണും. അയൺ കാർബൺ ആണ്. വളരെ എളുപ്പമുള്ള ചോദ്യം. സ്റ്റീൽ എന്ന് പറയുന്നത് എന്തിന്റെ അലോയ്? അയണും കാർബണും ആണ്. അപ്പോൾ സ്റ്റീലിനകത്ത് നമുക്കറിയാം അപ് ടു 2% വരെയാണ് നമ്മൾ സ്റ്റീൽ പറയുന്നുണ്ടാവുക. 2% മുകളിലേക്ക് പോകണമെങ്കിൽ കാസ്റ്റ് അയൺ എന്ന് വിളിക്കുന്നുണ്ടാവും. അതിനെ കാസ്റ്റ് അയൺ എന്ന് വിളിക്കുന്നുണ്ടാവും. ഓക്കെ അല്ലെ, അയൺ ആൻഡ് കാർബൺ ആണ് നമ്മുടെ ആ ഒരു സ്റ്റീൽ എന്ന് പറയുന്ന അലോയ്. അപ്പൊ സ്റ്റീൽ കണ്ടെയ്നിങ്, മറ്റൊരു ചോദ്യം, സ്റ്റീൽ കണ്ടെയ്നിങ് 0.1 കാർബൺ കണ്ടന്റ് എത്ര? 0.1 to 0.2% ആണെന്നുണ്ടെങ്കിൽ ഡെഡ്, മീഡിയം, ഓപ്ഷൻ ബി മൈൽഡ് സ്റ്റീൽ. ഡെഡ് മൈൽഡ് സ്റ്റീൽ അല്ലെ. ശ്രദ്ധിക്കുക, അവിടെ ഉത്തരം വരിക ലോ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പോയിന്റ് ഓർത്താൽ മതി. ലെസ് ദാൻ 0.1% ആണെന്നുണ്ടെങ്കിൽ ഡെഡ് സ്റ്റീല്. ലെസ് ദാൻ 0.1 താഴെ. 0.1 to 0.25% ആണെങ്കിൽ മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ. മൈൽഡ് സ്റ്റീൽ തന്നെയാണ് ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. 0.25 അല്ലെങ്കിൽ 0.3 എന്ന് പറയുകയാണെങ്കിൽ റേഞ്ച് ആണ്. ശരിക്കും ആ റേഞ്ച് ആണ്, കൃത്യമായിട്ടുള്ള വാല്യൂ ആയിരിക്കണം എന്നില്ല. റേഞ്ച് ആണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ചെറിയ വേരിയേഷൻ അങ്ങോട്ടൊക്കെ വരുന്നുണ്ടാവും. ചിലപ്പോൾ 0.1 to വേരിയേഷൻ ഉണ്ട്. എത്രയാണ്? 0.15 to 0.3 വരുന്നത് മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീൽ. ഓക്കെ, 0.15 to 0.3 അത് റേഞ്ച് കൊടുത്തിരുന്നാൽ മതി. അപ്പം പല എക്സാമുകൾക്കും ഇത്തരത്തില് നമ്മുടെ തന്നെ എക്സാമുകൾക്ക് നിങ്ങൾ PSC തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പല എക്സാമുകൾക്കും പല റേഞ്ച് ചിലപ്പോൾ അതിനകത്ത് വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ റേഞ്ച് ആണ് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പം ഏകദേശം 0.1 to 0.3. അപ്പോൾ ഈ 0.1 to 0.25 എന്ന് ചിലപ്പോൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏകദേശം 0.1 to 0.3 റേഞ്ച് എല്ലായ്പ്പോഴും മൈൽഡ് ലോ കാർബൺ സ്റ്റീൽ. ദെൻ 0.3 to 0.6 നമ്മുടെ മീഡിയം കാർബൺ അല്ലെങ്കിൽ മീഡിയം കാർബൺ സ്റ്റീൽ. ദെൻ 0.6 to 1.5 അവിടെയും 2% വരെ ഉണ്ടാവില്ല, ഒരു 1.5% വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അതല്ല 0.6 to 2% എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉത്തരം ഹൈ കാർബൺ സ്റ്റീൽ തന്നെയാണ്. അപ്പൊ അപ് ടു മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്റ്റീലുകളെ നമുക്ക് ഡിസൈൻ ചെയ്യാം. സോ അത്തരത്തിൽ എന്താണ് അപ് ടു 2% ആണ് സ്റ്റീൽ എന്ന് പറയുന്നത്. കാർബൺ കണ്ടന്റ് അപ് ടു 2% ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ എന്ന് പറയാം. അതല്ല അത് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് കാസ്റ്റ് അയൺ ആയിട്ട് മാറുന്നുണ്ടാകും. എപ്പോഴാണോ ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്രാഫൈറ്റ് ഫോം, നമ്മുടെ ആ കാർബൺ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ഫോം എവിടെയാണോ മാറുന്നത് അവിടെ മുതൽ അത് നമ്മളുടെ കാസ്റ്റ് അയൺ ആണ്. അപ്പൊ ഈ പറയുന്ന കാർബൺ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആയിട്ട് കാണപ്പെടുന്നത് എവിടെ മുതലാണോ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായിട്ടുള്ളൊരു വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു റേഞ്ച് ആണ്. അതും ഈ പറഞ്ഞ 1.5-നും 2-നും ഇടയ്ക്ക് വെച്ചാണ് ഈ അപ്പൊ എപ്പോഴാണോ ഗ്രാഫൈറ്റ് ഫോമിലേക്ക് കാർബൺ കണ്ടന്റ് മാറുന്നുണ്ടാവുക. സോ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ഫ്രീക്വന്റ് ആയിട്ട് ബ്രേക്ക് ആവുന്നു ഉണ്ടല്ലേ? ഒരു നിമിഷം ചെക്ക് ചെയ്യാൻ.
ഇപ്പം ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെയാണ് Okay, ഓക്കെയാണ്. ഓക്കെ ആണ്. 0.6 to 2% വരെ നമുക്ക് എന്താണ് ഹൈ കാർബൺ സ്റ്റീൽ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. സോ ഇവിടെ നമുക്ക് 2.25 റേഞ്ച് നമുക്ക് ലോ കാർബൺ സ്റ്റീൽ തന്നെയാണ്, ദാറ്റ് ഈസ് മൈൽഡ് സ്റ്റീൽ തന്നെയാണ് കേട്ടോ. ഓക്കെ. മറ്റൊരു ചോദ്യം, ഹൈ സ്പീഡ് സ്റ്റീൽ. ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ ആവോ? നോക്കാം നമുക്ക്. ക്രോമിയം, വനേഡിയം, നിക്കൽ, ടങ്സ്റ്റൺ അല്ലെ. അപ്പൊ നമുക്കറിയാം മെയിൻ അലോയിങ് എലമെന്റ് തന്നെയായിരിക്കും നമ്മളുടെ ആ ഒരു ടങ്സ്റ്റൺ. ഇത്തരത്തിൽ ആ ഒരു ഹൈ സ്പീഡ് സ്റ്റീലിനകത്ത് നമുക്കറിയാം സാധാരണ നമ്മൾ HSS പറയുന്നുണ്ടാവുക ഏതായിരിക്കും? ആ ഒരു ഓർക്കുന്നുണ്ടോ? 18:4:1. 18:4:1. എത്രയാണ്? 18:4:1. 18:4. ഇതിനകത്ത് 18 എന്ന് പറഞ്ഞ എന്താണ്? ടങ്സ്റ്റൺ. 4 എന്ന് പറഞ്ഞ ക്രോമിയം, വെനേഡിയം. ക്രോമിയം, വെനേഡിയം. ക്രോമിയം, വെനേഡിയം. അതുപോലെ തന്നെ വനേഡിയം. സ്റ്റീലിനകത്തുള്ള മെയിൻ അലോയിങ് എലമെന്റ് ഏതായിരിക്കും? നമ്മുടെ ടങ്സ്റ്റൺ ആണ് കേട്ടോ. ടങ്സ്റ്റൺ ആണ്. സോ അത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ ഏറ്റവും കുറവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനേഡിയം ആണ് ഏറ്റവും കുറവ്. എന്നാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് വരുമ്പോൾ ഏതായിരിക്കും വരുന്നുണ്ടാവുക? Chromium. ക്രോമിയം. 12% ക്രോമിയം, 12%-ഓളം ക്രോമിയം ഉണ്ടാകുന്നതും ഓർത്തിരിക്കാം. സോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ടും ആ ഒരു ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്നുണ്ട്. അത് ഏകദേശം 12 മുതൽ 14% ക്രോമിയം. 12 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, നമ്മുടെ ഉത്തരം വന്നിട്ടുള്ളത്. 4% വരെ ക്രോമിയം നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്നത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. സോ അതാണ് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഹൈ സ്പീഡ് സ്റ്റീലുമായി ഉയർന്ന ഒരു അലോയിങ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ, ഓർത്തിരിക്കാം. മറ്റു ചോദ്യം ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്ക് മാഗ്നറ്റ്? കൊബാൾട്ട് സ്റ്റീൽ. കൊബാൾട്ട് സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, വനേഡിയം സ്റ്റീൽ. ഓപ്ഷൻ എ തന്നെയാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, PQ ആണ്. നമ്മളുടെ കൊബാൾട്ട് സ്റ്റീൽ മാഗ്നറ്റ് കൊബാൾട്ട് സ്റ്റീൽ. മറ്റു ചോദ്യം, ബെസിമർ പ്രോസസ് യൂസ് ടു പ്രൊഡ്യൂസ്. ബെസിമർ പ്രോസസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? സ്റ്റീൽ, അലൂമിനിയം, കാസ്റ്റ്. സംശയമൊന്നും വേണ്ട. ബെസിമർ പ്രോസസ് സ്റ്റീൽ തന്നെയാണ്. ബെസിമർ പ്രോസസ് നമ്മൾ സ്റ്റീൽ മാനുഫാക്ചറിംഗുമായി ബന്ധപ്പെട്ടാണ്. മറ്റു ചോദ്യത്തിൽ വരാം, വിച്ച് മെറ്റൽ അലോയ് ഈസ് യൂസ്ഡ് ടു മേക്ക് ബെയറിംഗ്സ്? ബെയറിംഗ്സ് അപ്പം ശ്രദ്ധിക്കാം, തന്നിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അലോയ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ബെയറിംഗ്സിൽ യൂസ് ചെയ്യുന്നത് ബാബിറ്റ് മെറ്റലാണ് കേട്ടോ. ശ്രദ്ധിക്കാം, അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ബെയറിംഗ്സ് ആയിട്ട് നമ്മൾ ബെയറിംഗിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ബാബിറ്റ് മെറ്റൽ. അപ്പൊ നേരത്തെ പറഞ്ഞ ബുഷസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗൺ മെറ്റൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നിരവധി മെറ്റീരിയൽ, അതായത് നമ്മുടെ ബെയറിംഗ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇത്തരത്തിലുള്ള എന്താണ് സ്റ്റീൽ അല്ലെങ്കിൽ ലെഡ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ബെയറിംഗ്സിൽ യൂസ് ചെയ്യുന്ന മെറ്റലാണ് ബാബിറ്റ് മെറ്റൽ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കാം. സോ ക്രോമിയം സ്റ്റീൽ എടുത്ത് പറയുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ നിലവില് ഈ പറഞ്ഞ ലെഡ്, നിക്കൽ ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിലും ഏറ്റവും ബെസ്റ്റ്, അതായത് ബെസ്റ്റ് ആയിട്ട് നമ്മൾ ബെയറിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു അലോയ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബിറ്റ് മെറ്റൽ ആണ് ഉത്തരം വന്നിട്ടുള്ളത്. ബിയറിങ്ങിന്റെ ടോപ്പിക്കല് നമുക്ക് പറയുന്നത് മറ്റേ ഇങ്ങനെയാണ്, ക്രോമിയം സ്റ്റീലാണ് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അതൊന്നുകൂടെ വെരിഫൈ ചെയ്യാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ വന്നതിനകത്ത് ഉത്തരം വന്നിട്ടുള്ളത് ബാബിറ്റ് മെറ്റൽ തന്നെയാണ്. നമ്മൾ പഠിച്ചതും അങ്ങനെ തന്നെയാണ്. എന്നാലും ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ബാബിറ്റ് മെറ്റലാണ് സാർ കൊടുത്തേക്കുന്നത്. നമ്മുടെ അതായത് ഉത്തരമായിട്ട് വന്നിട്ടുള്ള ബാബിറ്റ്, നമ്മൾ സാധാരണ ബാബിറ്റ് മെറ്റലാണ് ബെയറിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ബാബിറ്റ് മെറ്റൽ തന്നെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിനും ആൻസർ ഇതാണ് കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ് എക്സാമിനും അത് ക്വസ്റ്റ്യൻ വന്നതിന് ഉത്തരം ബാബിറ്റ് മെറ്റൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനകത്ത് ഉത്തരം അങ്ങനെ വന്ന സ്ഥിതി കൊണ്ട് അത് ബാബിറ്റ് മെറ്റൽ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ,
അപ്പൊ ക്രോമിയം സ്റ്റീൽ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ബാബിറ്റ് മെറ്റലാണ് നമ്മുടെ പ്രീവിയസ് ഇയർ എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻ ഉത്തരം വന്നിട്ടുള്ളത് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ ഫൈൻ. ബാബിറ്റ് മെറ്റൽ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്, ടിൻ ബേസ്ഡും ഉണ്ട്, ലെഡ് ബേസ്ഡും ഉണ്ട്. ഓക്കെ, ടിൻ ബേസ്ഡും ലെഡ് ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്. ടിന്നാണ് കൂടുതലെന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള ടിൻ ബേസ്ഡ് 88% ടിന്നാണ്. ബാക്കി ആന്റിമണി, കോപ്പർ, ലെഡ് ഒക്കെ നമുക്ക് അതിനകത്ത് ഉണ്ടാകും. ലെഡ് ബേസ്ഡ് ആകുമ്പോൾ അവിടെ 85% ലെഡ് ആയിരിക്കും, ബാക്കി വരുന്നത് ഇത്തരത്തിലുള്ള ആന്റിമണി അതുപോലെ കോപ്പർ ഒക്കെ 5%, 10% ഒക്കെ വരുന്നുണ്ടാവും. ഓക്കെ, സോ ബെയറിംഗ് മെറ്റീരിയൽസിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ബാബിറ്റ് മെറ്റൽ എന്ന് പറയുന്നത്, ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഡ്യൂറാലുമിൻ വിത്ത് എ തിൻ കോട്ടിംഗ് ഓഫ് പ്യൂർ അലൂമിനിയം ഈസ് നോൺ as. ഡ്യൂറാലുമിന്റെ പുറത്ത് ഒരു തിൻ കോട്ടിംഗ്, പ്യൂർ അലൂമിനിയത്തിന്റെ തിൻ കോട്ടിംഗ് കൊടുക്കുന്നുണ്ടാകും. വൈ അലോയ്, അൽഡുറാൽ, അലൂമിനിയം ഓപ്ഷൻ ബി. അൽഡുറാൽ തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ ഡ്യൂറാലുമിൻ എന്ന് പറയുന്ന ഒരു അലൂമിനിയം അലോയ് ആണ്. ഡ്യൂറാലുമിന്റെ മുകളിലായിട്ട് ഒരു തിൻ കോട്ടിങ് പ്യുവർ അലൂമിനിയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇത്തരം അൽഡുറാൽ അല്ലെങ്കിൽ അൽ ക്ലാഡ് എന്നും പറയാറുണ്ട് കേട്ടോ. അൽ ക്ലാഡ് എന്നും നമ്മൾ പറയാറുണ്ട്. അലൂമിനിയത്തിന്റെ ഒരു ക്ലാഡിങ്, പ്യുവർ അലൂമിനിയത്തിന്റെ ഒരു ക്ലാഡിങ് കൊടുക്കുക. ഓക്കെ, അതിനാണ് നമ്മൾ അൽഡുറാൽ അല്ലെങ്കിൽ അൽ ക്ലാഡ് എന്ന് പറയുന്നുണ്ട്. അൽഡുറാൽ അല്ലെങ്കിൽ അൽ ക്ലാഡ് എന്ന് പറയുന്നുണ്ട്. സോ ഡ്യൂറാലുമിൻ വിത്ത് തിൻ കോട്ടിംഗ് ഓഫ് പ്യുവർ അലൂമിനിയം ആണ് അൽഡുറാൽ അല്ലെങ്കിൽ അൽക്ലാഡ്. വൈ അലോയ് നമുക്ക് ചോദിക്കാം. വൈ അലോയ് എന്ന് പറയുന്നത് ഏതിന്റെ അലോയ് ആണ്? വൈ അലോയ് എന്ന് പറയുന്നത് ഏത് അലൂമിനിയം അല്ലെങ്കിൽ ഏത് അലോയ് ആണ്, ഏതിന്റെ അലോയ് ആണ്? ദാറ്റ് ഈസ് അലൂമിനിയം അലോയ് ആണെന്ന് ഓർത്തിരിക്കാം. സോ അലൂമിനിയം ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട മെറ്റൽ. അലൂമിനിയത്തിന്റെ അലോയ് ആണ് വൈ അലോയ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ ഡ്യൂറാലുമിൻ അലൂമിനിയം ഉണ്ടെന്നുള്ളത് അറിയാം, അലൂമിനിയം ബ്രോൺസ് അലൂമിനിയം ഉണ്ടെന്ന് അറിയാം. സോ വൈ അലോയ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ ഒരു അലോയ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അൽഡുറാൽ അൽക്ലാഡ് എന്ന് പറയുന്നത് ഡ്യൂറാലുമിന്റെ മുകളിൽ തിൻ കോട്ടിംഗ് ഓഫ് പ്യൂർ അലൂമിനിയം കൊടുക്കുന്നതാണ് അൽഡുറാൽ അല്ലെങ്കിൽ അൽ ക്ലാഡ്, അലൂമിനിയത്തിന്റെ ഒരു ക്ലാഡിങ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, മൂൺസ് മെറ്റൽ. സംശയം വേണ്ട. ഇത്തരത്തിലുള്ള കോപ്പർ ആൻഡ് സിങ്ക് തന്നെയാണ്. കോപ്പർ ആൻഡ് സിങ്ക് തന്നെയാണ് ഓപ്ഷൻ എ തന്നെയാണ്. അപ്പൊ മൂൺസ് മെറ്റൽ അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ആദ്യം ഗൺ മെറ്റൽ, അങ്ങനെയൊക്കെയുള്ള മെറ്റലുകളൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. പണ്ട് കാലങ്ങളിൽ ബ്രാസും ബ്രോൺസും ഒക്കെ ചോദിച്ച് വന്നിരുന്ന ചോദ്യങ്ങൾക്ക് ഇനിയിപ്പോ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരാം. സോ കോപ്പറും സിങ്കുമാണ് നമ്മുടെ മൂൺസ് മെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. ഏകദേശം കോപ്പറും സിങ്കും എന്ന് പറയുമ്പോൾ ഏകദേശം എന്താണ് സംഗതി? കോപ്പറും സിങ്കിനെ മറ്റൊരു രീതിയിലും പറയാറില്ലേ നമ്മള്? ബ്രാസ്. അപ്പൊ ബ്രാസിന്റെ ഒരു ഏരിയ തന്നെയാണ് ശരിക്കും ഈ മൂൺസ് എന്ന് പറയുന്നത് അല്ലെ, യെല്ലോ മെറ്റൽ അല്ലെങ്കിൽ മൂൺസ് മെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ, ഓർത്തിരുന്നാൽ മതി. അത് കോപ്പറും സിങ്കും തന്നെയാണ്. 60-40% ആ ഒരു 60-40 റേഷ്യോയിലാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഓർത്തിരുന്നാൽ മതി. ഡെൽറ്റ മെറ്റൽ എന്ന് പറയുന്നത് നേരത്തെ വൈ അലോയ് പറഞ്ഞതുപോലെ തന്നെ ഡെൽറ്റ മെറ്റൽ എന്ന് പറയുന്നത് ഒരു കോപ്പർ സിങ്ക് അലോയ് ആണ്, അല്ലെങ്കിൽ കോപ്പറിന്റെയും സിങ്കിന്റെ ഒരു അലോയ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഡെൽറ്റ മെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡെൽറ്റ മെറ്റൽ. ബാക്കിയൊക്കെ ബ്രാസ് എന്ന് എടുത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് അതിനകത്ത് വലിയ വിശേഷമൊന്നും ഇല്ല, ഓർത്തിരുന്നാൽ മാത്രം മതിയാകും. അപ്പോൾ ബ്രാസ് എന്ന് പറയുന്നത് കോപ്പർ സിങ്ക് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ബാക്കി മൂൺസ് മെറ്റൽ അതുപോലെ തന്നെ ഡെൽറ്റ മെറ്റൽ എന്നിവ കോപ്പർ സിങ്ക് അലോയ് ആണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ദെൻ നേവൽ ബ്രാസ് എന്ന് പറയുന്നത് ഓർത്തിരുന്നാൽ മതി. 1% ടിന്ന് അല്ലെ, ഇത്തരത്തിൽ നമ്മൾ മൂൺസ് മെറ്റലിനകത്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ നേവൽ മെറ്റൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക. നേവൽ മെറ്റൽ. ഓക്കെ, നേവൽ ബ്രാസ് എന്ന് പറയുന്ന മെറ്റൽ കിട്ടുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ദ റെസിസ്റ്റൻസ് ഓഫ് മെറ്റൽ അഗൈൻസ്റ്റ് ഇൻഡന്റേഷൻ. യെസ്, സംശയമൊന്നും വേണ്ട. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്, ഹാർഡ്നെസ്സുമായി ബന്ധപ്പെട്ട് അല്ലെ. സോ ഹാർഡ്നെസ്സും ടഫ്നെസ്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഹാർഡ്നെസ് ആണ് ഇത്തരത്തിലുള്ള റെസിസ്റ്റൻസ് ടു സ്ക്രാച്ച്, റെസിസ്റ്റൻസ് ടു ഇൻഡന്റേഷൻ അല്ലെ, അല്ലെങ്കിൽ പെനട്രേഷൻ, അതൊക്കെ ഹാർഡ്നെസ് ആണ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ ഫൈൻ. ഓക്കെ, സ്റ്റാൻഡ് സ്ക്രാച്ചിങ്, വെയർ അബ്രഷൻ, പെനട്രേഷൻ. ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളത് ഡയമണ്ട്. ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഏറ്റവും സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽ ഏതാണ്? ടാൽക്കാണ് കേട്ടോ. ടാൽക്ക് ഏറ്റവും സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽ ടാൽക്കാണ്. ഏറ്റവും ഹാർഡസ്റ്റ് യൂണിവേഴ്സിലുള്ള മെറ്റീരിയൽ ഡയമണ്ട് ആണ്. നമ്മുടെ ടാൽക്കൻ പൗഡറിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടാൽക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ഏറ്റവും സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽ ഇൻ ദി യൂണിവേഴ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്യൂർ അലൂമിനിയം. പ്യൂർ അലൂമിനിയം 659 നമ്മളുടെ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. 420 എന്ന് പറയുന്നത് ഏതാണ്? ഇതെന്ന് പറഞ്ഞ ടിന്നാണ്. 231 കോപ്പർ. ഓക്കെ, സംശയം വേണ്ട. ഓക്കെ ഫൈൻ. യെസ്, റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ഇവിടെ നോക്കി, കോപ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1083. ബ്രാസ് എത്രയായിരുന്നു? ബ്രാസ് 880. യെസ്, റൈറ്റ് ആൻസർ ആണ്. 880, 930 റേഞ്ച് എന്ന് പറയുന്നത് ബ്രാസ്. ബ്രോൺസ് 1005. ലെഡ്
327. 327. പിന്നെ 232. 659. ഓക്കെ ഫൈൻ. അപ്പൊ ഇതൊരു ഇങ്ങനെ ഒരു കോളമാണ് നമ്മളുടെ ഒരു ടേബിളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നമ്മൾ അത്യാവശ്യം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഒരു നോൺ ഫെറസ് മെറ്റലുമായി ബന്ധപ്പെട്ട അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ടഫ്നെസ് ഈസ് ദ എബിലിറ്റി ടു അബ്സോർബ് ഇമ്പാക്ട്, ലോഡ്, സ്ട്രെസ്, ഹീറ്റ്. Impact. സംശയമൊന്നും വേണ്ട അല്ലെ. നമ്മൾ ഇമ്പാക്ട് ടെസ്റ്റ് എന്നുള്ളത് നടത്തുന്നത്, അല്ലെ ഐസോഡ്, ചാർപി ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് ഇത്തരത്തിലുള്ള ടഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ടഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ടഫ്നെസ് ഈസ് എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ബിഫോർ ഫെയിലിയർ. ഇത്തരത്തിൽ ബിഫോർ പ്ലാസ്റ്റിക് ഡിഫോർമേഷന് മുന്നോടിയായിട്ട് എന്താണ് എത്രത്തോളം നമ്മളുടെ എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ടാകും, അതാണ് നമ്മളുടെ ആ ഒരു ടഫ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവുക. സോ ഫൈൻ, അത് ഓർത്തിരിക്കാം. സോ ടഫ്നെസ് ഈസ് എ പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് ടു ഏതായിരിക്കും? ബ്രിട്ടിൽനെസ്. അപ്പൊ ടഫ്നെസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ബ്രിട്ടിൽനെസ് ആണ്. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ പെട്ടെന്ന് തന്നെ ഡിഫോർമേഷൻ സംഭവിച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും അല്ലെ. അവിടെ അബ്സോർപ്ഷൻ ഒന്നും നടക്കില്ല, എനർജി പിടിക്കത്തൊന്നുമില്ല, മീൻസ് എനർജി അബ്സോർബ് ചെയ്യുന്നില്ല. നിലത്തിട്ടാൽ അപ്പോഴേ പൊട്ടിപ്പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ലോഡ് കൊടുത്താൽ അപ്പോഴെന്താണ് ബ്രേക്ക് ആയി പോകും. പക്ഷെ ടഫ്നെസ് അങ്ങനെയല്ല അല്ലെ. നമുക്കറിയാം മാക്സിമം എനർജി, ആ ഒരു ഇമ്പാക്ട് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് നമ്മുടെ ആ ഒരു പോയിന്റിൽ ഓർത്തിരിക്കുന്നത്. ടഫ്നെസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ വിസ്റ്റാൻഡ് ഷോക്ക് അല്ലെങ്കിൽ ഇമ്പാക്ട്. ടഫ്നെസ് ഓപ്പോസിറ്റ് ടു ബ്രിട്ടിൽനെസ്. ഏറ്റവും ടഫസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് സാധാരണ ടഫ് മെറ്റീരിയൽ ആയിട്ട് പറയുന്ന റോട്ട് അയൺ വളരെ ടഫ് ആയിട്ടുള്ള ഒരു മെറ്റൽ ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കും. മറ്റൊരു ചോദ്യം. ഡാഷ് ഫോംസ് വെൻ അയൺ കംസ് ഇൻ കോൺടാക്ട് വിത്ത് ഓക്സിജൻ. ഗാൽവനൈസേഷൻ, ഫയർ, റസ്റ്റ്, പവർ. ഏതായിരിക്കും? റസ്റ്റ് അല്ലെ, തുരുമ്പ് അല്ലെ. തുരുമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഇത്തരത്തിൽ നമ്മുടെ ഓക്സിഡേഷന്റെ ഫലമായിട്ട് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നുണ്ടാവും സർഫസിൽ അല്ലെ. അപ്പൊ അത്തരത്തില് ഓക്സിജന്റെ പ്രസൻസിലാണ് നമ്മൾ ഈ പറഞ്ഞ റസ്റ്റ് ഫോർമേഷൻ വരുന്നുണ്ടാവുക. സോ റോട്ട് അയൺ ആൻഡ് അലൂമിനിയം ഹാവ് ഡാഷ് സ്ട്രക്ചർ. ഫൈബ്രസ്. സംശയമൊന്നും വേണ്ട, ഫൈബ്രസ് പറഞ്ഞില്ലേ, ഫൈബ്രസ് സ്ട്രക്ചർ ആണ് റോട്ട് അയണും അതുപോലെ തന്നെ അലൂമിനിയത്തിനൊക്കെ ഉണ്ടാവുക. ഓക്കെ, കാസ്റ്റ് അയൺ ഒക്കെ നമ്മുടെ ഗ്രാനുലാർ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത്തരത്തില് റോട്ട് അയണും അലൂമിനിയം ഒക്കെ ഫൈബ്രസ് സ്ട്രക്ചർ ആണ് എന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, റോട്ട് അയണുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വെൻ മെറ്റൽ ക്യാൻ ഡ്രോൺ ഔട്ട് ഇൻ ടെൻഷൻ വിത്തൗട്ട് റപ്ചർ. ഇത്തരത്തിൽ ടെൻസൈൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് റപ്ചർ ഒന്നും സംഭവിക്കാതെ നമുക്ക് പുറത്തേക്ക് ഡ്രോൺ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടി. ബ്രിട്ടിൽനെസ്, ടഫ്നെസ്, ഡക്റ്റിലിറ്റി. നമ്മൾ വയർ ഫോമിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ടെൻസൈൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഡ്രോൺ ഔട്ട് ചെയ്യുന്നുണ്ടാവും. സോ അത്തരത്തിൽ ഡക്റ്റിലിറ്റി ആണ്. അപ്പൊ കോപ്പർ വയറുകൾക്ക് ഡക്റ്റൈൽ ആണെന്ന് പറയുന്നത് അല്ലെ. അത് വയർ ഫോമിലേക്ക് എത്തിക്കാനുള്ള കഴിവിനെയാണ് ഡക്റ്റിലിറ്റി, പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സംശയമൊന്നും വേണ്ട. മറ്റൊരു ചോദ്യം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലെഡ്. ലെഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.7. ശ്രദ്ധിക്കണേ, 11.3. 11.3 ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, 11. ലെഡ് 11 ഓർത്തിരുന്നാൽ മതി. ലെഡ് 11.3 ആണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇവിടെ നോക്കിയാൽ ലെഡ് നമ്മുടെ ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി വന്നിട്ട് 11.3 ആണ് എന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ 2.7, 2.8 റേഞ്ച് വരിക അലൂമിനിയം ആണ്. സിങ്ക് 7 എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. സിങ്ക് 7 എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അതും ഒരു റൗണ്ട് ഫിഗർ ആണ്, ചോദിക്കാൻ സാധ്യതകളാണ് സിങ്ക് 7 എന്ന് പറയുന്നത്. ലെഡ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് 11.3. ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻ ആണ് 11.3 എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് 19.25 ടങ്സ്റ്റൺ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ടങ്സ്റ്റൺ ആണ്. മെർക്കുറി നമ്മൾ സാധാരണ FMO ആയി ബന്ധപ്പെട്ട് പഠിക്കാറുള്ളതാണ്. 13.6 മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് അറിയാവുന്നതാണ്. 13.6 എന്നുള്ളത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ അത്യാവശ്യം ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം. ടു പ്രിവെന്റ് ദ ഡിറ്റീരിയേഷൻ ഓഫ് ബേസ് മെറ്റൽ, ദ പ്രോസസ് ഓഫ് റോളിംഗ് എ തിൻ ലെയർ ഓഫ് മെറ്റൽ ഓൺ ടു ദ ബേസ്. സംശയമൊന്നും വേണ്ട, ക്ലാഡിംഗ് തന്നെ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ അൽക്ലാഡ് എന്ന് പറഞ്ഞത് എന്താണ്, ഇത്തരത്തില് ഡ്യൂറാലമിന്റെ മുകളിലായിട്ട് അലൂമിനിയത്തിന്റെ ഒരു കോട്ടിംഗ് കൊടുക്കുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ? അതിന് മറ്റ് ഡീറ്റീരിയേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ ആ ഒരു ബേസ് മെറ്റലിന്റെ മുകളിൽ ഒരു തിൻ ലെയർ നമ്മൾ എന്ത് ചെയ്യുക, റോളിങ്ങിന്റെ ഫലമായിട്ട് അല്ലെ, റോൾ ചെയ്തുകൊണ്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത്. റോളിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ആ ഒരു തിൻ ലെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. അതിനെയാണ് നമ്മൾ ക്ലാഡിംഗ് എന്ന് പറയുന്നത്. സോ പ്രോസസ് ഓഫ് rolling a thin layer of metal onto the base metal is known as cladding. Okay, ബാക്കിയൊക്കെ സർഫസ്
കോട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിങ്ക് കോട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ, ഇത്തരത്തില് റോട്ടൈന്റെ മുകളിൽ സിങ്ക് കോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റീലിന്റെ മുകളിൽ സിങ്ക് കോട്ട് ചെയ്യുന്നുണ്ടാവും. സോ അത്തരത്തിലുള്ള അയണിന് മുകളിൽ സിങ്ക് കോട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഗാൽവനൈസേഷൻ. സ്പ്രേയിങ് മറ്റൊരു മെത്തേഡാണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് മറ്റൊരു മെത്തേഡാണ്. സോ ഇവിടെ റോളിംഗ് എ തിൻ ലെയർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാഡിംഗ് അത്യാവശ്യം നമുക്ക് കൊടുക്കാം അല്ലെ. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, ബ്രിട്ടിൽനെസ് ഇൻക്രീസ്ഡ് വെൻ ദ ഹാർഡ്നെസ് ഓഫ് മെറ്റീരിയൽ. ഓപ്ഷൻ ബി. ഹാർഡ്നെസ് ഡിക്രീസ് ചെയ്യും. ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ ഫൈൻ. അപ്പൊ ഹാർഡ്നെസ് കാർബണുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? കാർബൺ കണ്ടന്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ്നെസ് കൂടുക കുറയും? കൂടും. ഹാർഡ്നെസ് കൂടും. ഹാർഡ്നെസ് കൂടും. കാർബൺ കണ്ടന്റ് കൂടുന്നതനുസരിച്ച് അത് ബ്രിട്ടിലാവും, ഹാർഡ്നെസ് കൂടും, സംശയമൊന്നും വേണ്ട. അപ്പൊ ബ്രിട്ടിൽനെസ് കൂടുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ കൂടുന്നുണ്ടാവുക? കാർബൺ കണ്ടന്റ് കൂടും. അപ്പൊ കാർബൺ കണ്ടന്റ് കൂടുമ്പോൾ എന്തും കൂടും? ഹാർഡ്നെസ്സും കൂടും. അപ്പോ നിങ്ങളുടെ ഉത്തരം ഓപ്ഷൻ ബി ഇൻക്രീസസ്. ഓപ്ഷൻ ബി ഇൻക്രീസസ്, സംശയമൊന്നും വേണ്ട. ബ്രിട്ടിൽനെസ് ഇൻക്രീസസ് വെൻ ദ ഹാർഡ്നെസ് ഓഫ് ദ മെറ്റീരിയൽ ഇൻക്രീസസ്. അപ്പോൾ ഇത്തരത്തിൽ ഹാർഡ്നെസ് കാർബണും ആയി ബന്ധപ്പെട്ടുള്ള ആ ഒരു റിലേഷൻ കൂടി ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, എബിലിറ്റി ടു റെസിസ്റ്റ് ദി ഇഫക്റ്റ് ഓഫ് ടെൻസൈൽ ഫോഴ്സ് വിത്തൗട്ട് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ്. ടെനസിറ്റി ആണ്. ടെനസിറ്റി അല്ലെ, ടെനസിറ്റി ആണ് ടെൻസൈൽ ഫോഴ്സിനെ കൃത്യമായിട്ട് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് ടെനസിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് ഷീറ്റായിട്ട് മാറ്റുന്നതിനെ സഹായിക്കുന്നതാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഷീറ്റ് ഫോമിലേക്ക് മാറ്റാൻ സഹായിക്കുന്നതാണ് മാലിബിലിറ്റി. വയർ ഫോമിലേക്ക് മാറ്റാൻ സഹായിക്കുന്നതാണ് ഡക്റ്റിലിറ്റി. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇത്തരത്തില് ഹാർഡ്നെസ് കൂടിക്കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു അല്ലെങ്കിൽ ലോ ടഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ഹാർഡ്നെസ്, റെസിസ്റ്റൻസ് ടു സ്ക്രാച്ച്, ഇൻഡന്റേഷൻ എന്നുള്ളത് അറിയാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ അയൺ കാർബൺ അലോയി the presence of free graphite indicate that the material is ഏതായിരിക്കും? ഫ്രീ ഗ്രാഫൈറ്റ്. നമ്മളുടെ അയൺ കാർബൺ അലോയിൽ ഫ്രീ ഗ്രാഫൈറ്റ് ആയിട്ടാണ് കാർബൺ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് കാസ്റ്റേൺ, സ്റ്റീല്. സംശയമൊന്നും വേണ്ട, കാസ്റ്റേൺ ആണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. അതായത് കാർബൺ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ഫോമിലാണ് കാണപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം കാസ്റ്റേൺ ആണ്. ഓക്കെ, കാസ്റ്റേൺ ആണ്, സംശയമൊന്നും വേണ്ട. അത് കാർബൺ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ഫോമിലാണ് നമുക്ക് കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് കാസ്റ്റേൺ ആണെന്നത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ സോഫ്റ്റസ്റ്റ് മൈക്രോ കോൺസ്റ്റിറ്റ്യുവന്റ് ഇൻ ആൻ അയൺ കാർബൺ അലോയി. അയൺ കാർബൺ അലോയി അല്ലെങ്കിൽ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് മൈക്രോ കോൺസ്റ്റിറ്റ്യുവന്റ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? മാർട്ടൻസൈറ്റ്, ഫെറൈറ്റ് ആണ് അല്ലെ. ഏറ്റവും ഓപ്ഷൻ ബി ഫെറൈറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തില് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഏതാണ്? മാർട്ടൻസൈറ്റ്, ഫെറൈറ്റ്, ഓസ്നൈറ്റ്, സിമെന്റൈറ്റ്. ഏതായിരിക്കും? ശ്രദ്ധിക്കുക, അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം എന്നെടുത്ത് പറയാണ്. അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം എന്നെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മൈക്രോ കോൺസ്റ്റിറ്റ്യുവന്റ് ഉത്തരം വരിക സിമെന്റൈറ്റ്. ഉത്തരം എന്താണ്? സിമെന്റൈറ്റ്. എന്നാൽ നമ്മളുടെ അയൺ കാർബൺ അലോയ് അല്ലെങ്കിൽ അയൺ കാർബൺ ഫാമിലി എന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അയൺ കാർബൺ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഏറ്റവും ഹാർഡസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർട്ടൻസൈറ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മാർട്ടൻസൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ അല്ല. ഈ മാർട്ടൻസൈറ്റ് നമുക്ക് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മൈക്രോ കോൺസ്റ്റിറ്റ്യുവന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സിമെന്റൈറ്റ്. എന്നാൽ അയൺ കാർബൺ ഫാമിലിയിൽ ഏറ്റവും ഹാർഡസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർട്ടൻസൈറ്റ്. എന്നാൽ ഇതുപോലെ തന്നെ രണ്ടും എന്താണ് ഏറ്റവും സോഫ്റ്റസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഫെറൈറ്റ് തന്നെയാണ്. അത് ഫാമിലി ആയിക്കോട്ടെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം ആയിക്കോട്ടെ ഏറ്റവും സോഫ്റ്റസ്റ്റ് ഉത്തരം ഫെറൈറ്റ് തന്നെയാണ്. പക്ഷെ ഹാർഡസ്റ്റിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം എന്നെടുത്ത് പറഞ്ഞാൽ അത് സിമെന്റൈറ്റ് ആണ്. അയൺ കാർബൺ എന്താ ഫാമിലി കൺസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് മാർട്ടൻസൈറ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? വ്യത്യാസം വരുന്ന ഇത്രയേ ഉള്ളൂ. ആ പോയിന്റുകൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഫൈൻ. സോ സോഫ്റ്റസ്റ്റ് സ്ട്രക്ചർ ഇൻ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം അത് എന്താണ്? നമ്മുടെ ഫെറൈറ്റ് തന്നെയാണ്. അത് അയൺ കാർബൺ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ അയൺ കാർബൺ ഫാമിലി എന്ന് ചോദിച്ചാലും അത് തന്നെയാണ്, ഫെറൈറ്റ് തന്നെയാണെന്നുള്ളതും ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ കംപ്ലീറ്റ്ലി ചേഞ്ചസ് ടു ഓസ്നൈറ്റ്. ഓസ്നൈറ്റിക് സ്റ്റേജ് അല്ലെങ്കിൽ ഓസ്നൈറ്റിക് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഓസ്നൈറ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി മാറുന്നത് സംശയമൊന്നും വേണ്ട, അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ് അല്ലെ. ഇത്തരത്തില് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓസ്നൈറ്റ് ആയി, പൂർണ്ണമായിട്ടും ഓസ്നൈറ്റ് ആയി എന്നുള്ളതാണ് ഓർത്തിരിക്കുന്നത്. സോ എന്താണ് നമ്മുടെ ആ ഒരു നമുക്ക് ആ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറഞ്ഞ പ്രധാനമായിട്ടും സ്റ്റീലിന്റെ ആ ഒരു ഏരിയ ഇതാണ്.
സോ അതിൽ ഈ പറയുന്ന നമ്മുടെ ആ ഒരു ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ഇതാണ് നമ്മുടെ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. സോ ഇതാണ് നമ്മുടെ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. സോ ഇത്തരത്തിൽ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക് പൂർണ്ണമായിട്ടും എല്ലാത്തിന്റെ എന്ത് തന്നെയാണ് നമ്മുടെ ആ ഒരു ഓസ്മേറ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട നമ്മളുടെ ആ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ടോപ്പിക് ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനിൽ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു ടോപ്പിക്കോടെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയാണ് നമ്മുടെ ആ ഒരു ലാസ്റ്റ് 5ഉം 6ഉം മൊഡ്യൂൾ അല്ലെ, നമ്മുടെ 5ഉം 6ഉം മൊഡ്യൂളിൽ നിന്നും മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ പൂർണ്ണമായിട്ടും 5-നകത്തുനിന്ന് കുറെ അധികം നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം 6ലേക്ക് വന്നപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മെറ്റൽസ് എന്ന് പറയുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്തുള്ളൂ. അപ്പൊ അതിൽ സാധാരണഗതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് അലോയ്സ്, അതുപോലെ തന്നെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള അലോട്രോപ്സ്, കാർബണിന്റെ അലോട്രോപ്സ്, അതുപോലെ തന്നെ അയണിന്റെ അലോട്രോപ്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള ആ ഒരു മെൽറ്റിംഗ് ടെമ്പറേച്ചർ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് അതിന്റെ തുടക്കം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. അതിനുശേഷം വരുന്നതാണ് ഹീറ്റ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടത്. സോ അത് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആ ഒരു 5ാമത്തെ മൊഡ്യൂളിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ നമ്മുടെ പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് ബെൽറ്റ് ഡ്രൈവ്, അതുപോലെ തന്നെ ഗിയർ ഡ്രൈവ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ടേപ്പർ എന്ന് പറയുന്ന ഒരു സെഷൻ, അതുപോലെ നമ്മളുടെ ആ ഒരു തുടക്കത്തിലുള്ള ആ ഒരു സ്ക്രൂ, അതുപോലെ തന്നെ ഫാസ്റ്റനിങ് മെത്തേഡുകൾ, ഓക്കെ, അങ്ങനെയുള്ള പോർഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത 2 മൊഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you, sir. Thank you, sir.